السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. أعوذ بكلمات الله التامات من شر ما خلق. بسم الله بابنا تبارك هيتواننا ياسين سقفنا كاف ها يا عين الصاد كفايتنا حميم عين سين قاف حمايتنا فسيكفيكهم الله هو السميع العليم. ബഹുമാന്യനായ അധ്യക്ഷൻ, സുന്നി യുവജന സംഘം മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അബ്ദുൽ റാസിഖ് യമാനി അവറുകളെ, യോഗം ഉദ്ഘാടനം ചെയ്ത സുന്നി KSSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, പ്രഗത്ഭനായ പ്രഭാഷകൻ സത്താർ പന്തല്ലൂർ അവറുകളെ, ബഹുമാന്യനായ SYSന്റെ KSSFന്റെ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുബഷിർ തങ്ങൾ, മറ്റ് ബഹുമാന്യരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ഔപചാരികമായി നമ്മുടെ വേദി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കടന്നു വരികയാണ്. ഇവിടെ IS സലഫിസം ഫാഷിസം എന്ന വിഷയത്തിൽ അതിന്റെ സൗണ്ട് ഒന്നും കൂട്ടാവോ? ആ മൈക്കിന്റെ ഒന്ന് കൊടുക്കും, കുറച്ചൊന്നും കൂടെ അടുപ്പിച്ച് വെച്ചാൽ. ഇത് പോയിക്കുന്നതാ, ഇവിടുത്തെ വോയിസ് ഇല്ല. ഈ വിഷയത്തിൽ, ഈ പ്രമേയത്തിൽ SYS സംസ്ഥാന കമ്മിറ്റി രാജ്യത്ത് വ്യാപകമായി ക്യാമ്പയിൻ നടത്തുകയാണ്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഫറൂഖ് മുനിസിപ്പൽ കമ്മിറ്റി ഈ വേദി ഇവിടെ സംഘടിപ്പിച്ചത്. ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ ഈ വിഷയത്തിലും അതുപോലെ തന്നെ വർത്തമാനകാല ശരീഅത്ത് വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മോട് സംസാരിച്ചു. അങ്ങനെ മതി. ഞാനൊരു വിശദമായ സംസാരത്തിന് ഇവിടെ മുതിരുന്നില്ല. ഇവിടെ ഈ പരിപാടി വിജയിപ്പിച്ച നമ്മുടെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നത്, വിജയിക്കുന്നതും നമ്മുടെയൊക്കെ സംഭാവനകൾ നൽകിയാലേ ഇതൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ ഇത്രയും നല്ലൊരു ഓഡിറ്റോറിയം, നല്ല ഒരു സദസ്സ് സംഘടിപ്പിച്ച ഇവർക്ക് അല്ലാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയും, നമ്മുടെ സംഘാടകർ നിങ്ങളെ ബക്കറ്റുമായി സമീപിക്കും. അതില്ലാതെ നമ്മുടെ പരിപാടി ഒന്നും നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും കൂടി നല്ലൊരു സംഖ്യ എടുത്താൽ സംഘാടകർ നാളെ ബുദ്ധിമുട്ടാവില്ല. അതുകൊണ്ട് അവർ നിങ്ങളെ സമീപിക്കുന്നുണ്ട്. പരമാവധി സഹായം ചെയ്തു കൊടുക്കണം. നമുക്കതൊരു ചെറിയ സംഖ്യയാണ്, സംഘടനക്കതൊരു വലിയ മുതൽക്കൂട്ടാണ്. അല്ലാഹു തആല നമ്മുടെ സംഭാവനകളൊക്കെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു തആല ഖൈർ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ IS സലഫിസം ഫാഷിസം എന്നതാണ് വിഷയമെങ്കിലും ഒന്ന് താത്താണ്. ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ പറഞ്ഞതുപോലെ, ഇന്ന് വർത്തമാനകാലത്തെ ഏറ്റവും ചർച്ച സിവിൽ കോഡും ശരീഅത്തും ഒക്കെയാണ്. കുറച്ച് മതിയെ, കുറച്ച് തന്നെയാണ്. IS ലോകത്ത് കടന്നു വരുന്നത് അതുവരെ ഉണ്ടായിരുന്ന അൽ-ഖായിദ പോലുള്ള, ത്വാലിബാൻ പോലുള്ള, ബൊക്കെ ഹറാം പോലുള്ള സംഘടനകളുടെ പരാജയം ആവർത്തിക്കരുത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ തിരുത്തലുകൾ നടത്തിക്കൊണ്ട് വളരെ കഠിന പ്രയത്നത്തിൻ്റെയും നല്ല ഹോംവർക്കിൻ്റെയും വെളിച്ചത്തിലാണ് IS രൂപപ്പെട്ടത്. അതുകൊണ്ടാണ് ലോകത്തെല്ലാ ഭീകര സംഘടനകളെക്കാളും കൂടുതൽ ഒരു രാജ്യം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞത്. ഇറാഖിൻ്റെയും സിറിയയുടെയും പകുതിയിലധികം വരുന്ന ഭാഗത്തോളം പിടിച്ചടക്കിയിട്ടാണ്
ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖ് ആൻഡ് സിറിയ എന്ന IS എന്ന രാജ്യത്തെ ഇവർ സ്ഥാപിച്ചത്. വമ്പിച്ച സമ്പത്ത് ഇന്ന് ISനുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം സൗദി അറേബ്യ കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനത്ത് ഇറാഖാണ്. ഇറാഖിന്റെ എണ്ണപ്പാടത്തിൽ നിന്നുകൊണ്ട് ലോകത്തേക്ക് കയറ്റി അയക്കുന്നത് 17% പെട്രോളാണ്, അല്ലെങ്കിൽ എണ്ണയാണ്. 17% എണ്ണ ലോകത്തേക്ക് കയറ്റി അയക്കുന്ന രാജ്യം, ലോകത്തിന്റെ മൊത്തം ശതമാനത്തിൽ 17% ഇറാഖിൽ നിന്ന് മാത്രമാണ്. ആ ഇറാഖിന്റെ സകല എണ്ണപ്പാടവും ISന്റെ കയ്യിലാണ്. വലിയ വലിയ സാമ്രാജ്യത്തിലെ പ്രഗത്ഭരായ ആളുകളെ തടവിലാക്കി വിലപേശി കോടികൾ ഡോളറുകൾ വാങ്ങുന്ന അവസ്ഥ ഉണ്ടാകുന്നതോടുകൂടി IS ഏറ്റവും വലിയ സമ്പന്ന വിഭാഗമായി മാറിയിട്ടുണ്ട്. ISന് ഏറ്റവും കൂടുതൽ വളം കൊടുക്കും. ഞാൻ വിശദമായി ISനെ പറ്റി പറയുന്നില്ല, കാരണം ഇപ്പോൾ ഏറ്റവും ആവശ്യം മറ്റൊരു വിഷയമാണ്. ISന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്നത് 3 ശക്തികളാണ്. 2 ആദർശപരമായ പിന്തുണയും 1 രാഷ്ട്രീയപരമായ പിന്തുണയും. ISന്റെ പിന്നിൽ അമേരിക്കയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. അമേരിക്കക്ക് അതുകൊണ്ടുള്ള ലക്ഷ്യം, ഒരു ഭാഗത്ത് ISന് ഉണ്ടാക്കുന്നത് ആയുധം കച്ചവടം ചെയ്യാനാണ്, മറുഭാഗത്ത് അമേരിക്ക ISനെ പ്രതിരോധിക്കുന്നു എന്ന വ്യാജേന ഇസ്ലാമിക രാജ്യത്തേക്ക് കാലെടുത്ത് വെച്ച് ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുകയാണ്. അപ്പോ ഇരയുടെ പിന്നാലെ ഓടുന്ന വേട്ടക്കാരൻ അതേ രൂപത്തിൽ തന്നെ പിന്നെ വേട്ടക്കാരനാകുന്ന ഒരു വിധത്വം ഇരട്ടത്താപ്പ് സമീപനം സ്വീകരിച്ചിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ അമേരിക്ക. ലോകത്ത് അമേരിക്കയുടെ ഇതുകൊണ്ടുള്ള ലക്ഷ്യം, അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാമിന്റെ തകർച്ചയാണ്, ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്പത്ത് കിട്ടണം എന്നതാണ്. ഒരു ദിവസം വിചാരിച്ചാൽ അമേരിക്കക്ക് ISനെ തകർക്കാൻ കഴിയും. IS അമേരിക്കന്റെ ശത്രുവല്ല. ആയിരുന്നുവെങ്കിൽ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു താവളം IS കൊള്ളയടിക്കണം. ലോകത്തേതെങ്കിലും അമേരിക്കന്റെ എംബസികളെ IS തകർക്കണം. ഇസ്രയേലായിരുന്നു വിരോധമെങ്കിൽ ഇസ്രയേലിനെ തകർക്കാൻ IS ശ്രമിക്കണം. ലോകത്ത് ഇന്ന് വരെ സാമ്രാജ്യത്വത്തിന് IS ഭീഷണിയല്ല. അതുകൊണ്ട് ISനെ വളർത്തുന്നത് അമേരിക്കയാണ്. ഒരു കാലഘട്ടത്തിൽ റഷ്യയിൽ നിന്നുകൊണ്ട് ചെമ്പട്ടാളത്തെ തിരിച്ചോടിക്കാൻ വേണ്ടി താലിബാനെ സൃഷ്ടിച്ചവരാണ് അമേരിക്ക. ഇസ്രയേൽ ആ റഷ്യൻ പട്ടാളത്തെ എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ താലിബാനെ ഉണ്ടാക്കിയത് അമേരിക്കയാണ്. ആ അമേരിക്കക്കെതിരെ താലിബാൻ പിന്നെ തിരിഞ്ഞു കുത്തിയെങ്കിലും, അതുകൊണ്ട് അമേരിക്കയാണ് ഇതിനൊക്കെ പിന്നിലുള്ളത്. ഞാൻ വിശദമായി പറയേണ്ട കാര്യം അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. അമേരിക്കക്ക് ആശയപരമായ ഊർജം കൊടുക്കുന്ന 2 ശക്തികളാണ്. ഒന്ന് സലഫിസമാണ്. ലോകത്ത് മുസ്ലിമീങ്ങളെ അല്ലാത്തവരെ, ഞങ്ങളുടെ ആദർശം സ്വീകരിക്കാത്തവരൊക്കെ മുസ്ലിങ്ങളല്ലെന്നും അവരെ കൊന്നായാലും അധികാരം സ്ഥാപിക്കണം എന്നും പറയുന്ന നിലപാടെടുത്തത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. സുന്നികളെ മുശ്രിക്കാക്കുക, ദർഗകളെ ശിർക്കിന്റെ കേന്ദ്രങ്ങളാക്കുക, തകർക്കുക, കൊല്ലുക. ആയിരക്കണക്കിന് ആരിഫീങ്ങളെ കൊന്നു, ലക്ഷക്കണക്കിന് സുന്നികളെ കൊന്നു, നൂറുകണക്കിന് ദർഗകളും മക്കാമുകളും മക്ബറകളും മദാറുകളും തകർത്തു. മുഹമ്മദ് അബ്ദുൽ വഹാബ് സൗദിയിൽ ആൽ സൗദിന്റെ ഗവൺമെന്റ് സ്ഥാപിക്കാൻ എങ്ങനെയാണോ ആശയം കൊടുത്തത്, ആ ആശയത്തിൽ നിന്നുകൊണ്ട് ഇട്ടേച്ചു പോയത് പെറുക്കിയെടുത്തുകൊണ്ടാണ് ISന്റെ സർക്കാവിയും അബൂബക്കർ ബഗ്ദാദിയും വിശ്വാസപരമായി ഞങ്ങൾ അംഗീകരിക്കാത്തവരെ കൊല്ലുക, അതുകൊണ്ട് അധികാരം സ്ഥാപിക്കുക എന്ന ഫിലോസഫി ഇസ്ലാമിൽ നിന്നുകൊണ്ട് സ്വീകരിച്ചത്. അത് വിശദീകരിക്കപ്പെടേണ്ടതാണ്. രണ്ടാമത്തെ ആശയം കൊടുത്തത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെ തന്നെ ഹസനുൽ ബന്നയും സയ്യിദ് കുത്തുബുമാണ്. ഹസനുൽ ബന്ന എന്നത് ലോകത്തെ വിപ്ലവ സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനാണ്.
ആ മുസ്ലിം ബ്രദർഹുഡിന്റെ രണ്ടാമത്തെ നേതാവാണ് സയ്യിദ് കുത്തുബ്. ഹസനുൽ ബന്ന എന്ന ഇഖ്വാനുൽ മുസ്ലിമിന്റെ അഥവാ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകൻ, അദ്ദേഹത്തിന്റെ ആശയം അല്ലെങ്കിൽ സയ്യിദ് കുത്തുബ് പിന്നെ പ്രചരിപ്പിച്ചിട്ടുള്ള ആശയമാണ് രാജ്യം സ്ഥാപിക്കലാണ് ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ആദ്യപടി. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാതെ ഇസ്ലാമിക ദഅവത്തില്ല. ഇസ്ലാമിക ദഅവത്തിന്റെ കാമ്പ് ജിഹാദാണ്. ജിഹാദ് പീഡനം നടത്തിയിട്ടാണെങ്കിലും നടത്തിയിരിക്കണം. ആയുധമെടുത്ത് പോരടിച്ചുകൊണ്ടാണെങ്കിലും ഇസ്ലാമിക ഗവൺമെന്റ് സ്ഥാപിക്കാൻ ശ്രമിക്കണം. ഇസ്ലാമിക ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിന് ആര് തടസ്സമാണോ അവരെ കൊല്ലുന്നത് തെറ്റല്ല. ജിഹാദിന്റെ ഏറ്റവും വലിയ ആവശ്യമായ സായുധ പോരാട്ടം നടത്തിയിട്ട് ഇസ്ലാമിക സ്റ്റേറ്റ് ഉണ്ടാക്കണം. ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന ആശയം ലോകത്തോട് പറഞ്ഞത് ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന ആശയം ലോകത്തോട് പറഞ്ഞത് ഹസനുൽ ബന്നയാണ്, സയ്യിദ് കുത്തുബുമാണ്. ഈ ആശയത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന വാദം മുന്നോട്ട് വെച്ചത് സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അഅ്ല മൗദൂദി. മൗദൂദിയാണ് ഈ ആശയത്തെ നമ്മുടെ ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയത്. ഒരേ കാലക്കാരനാണ് സയ്യിദ് കുത്തുബും, ഒരേ കാലക്കാരനാണ് ഹസനുൽ ബന്നയും മൗദൂദിയും. മൗദൂദി പറഞ്ഞ ആശയത്തെ മറ്റൊരു തരത്തിൽ മുസ്ലിം ബ്രദർഹുഡ് പ്രചരിപ്പിക്കുന്നു. സയ്യിദ് കുത്തുബും അല്ലെങ്കിൽ ഹസനുൽ ബന്നയും പറഞ്ഞ ആശയത്തെ മറ്റൊരർത്ഥത്തിൽ ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയും പ്രചരിപ്പിക്കുന്നു. കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയത്തെ വെച്ചു മാറിയവരാണ് മുസ്ലിം ബ്രദർഹുഡും ജമാഅത്തെ ഇസ്ലാമിയും. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം എന്താണോ അത് തന്നെയാണ് മുസ്ലിം ബ്രദർഹുഡിന്റെ ആശയം. അതുകൊണ്ടാണ് കേരളത്തിൽ മലയാളത്തിൽ IPH മുസ്ലിം ബ്രദർഹുഡിന്റെ ഭരണഘടന മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത്. സയ്യിദ് കുത്തുബിന്റെയും ഹസനുൽ ബന്നയുടെയും ആത്മകഥയും പ്രസിദ്ധീകരിച്ചത്. സയ്യിദ് കുത്തുബിന്റെ ആത്മകഥയിൽ പറയുന്നത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കലാവണം ആത്യന്തിക ലക്ഷ്യം, അതിന് ജിഹാദ് നടത്തണം. അദ്ദേഹത്തിന്റെ വഴിയടയാളങ്ങൾ എന്ന് പറയുന്ന ഖുതുബ സമാഹാരം, അദ്ദേഹത്തിന്റെ ഫീ ലിലാൽ ഖുർആൻ, ഖുർആന്റെ തണലിൽ എന്ന് പറയുന്ന ഖുർആന്റെ പരിഭാഷ മലയാളത്തിൽ ഇറക്കിയത് IPH ആണ്. കേരളത്തിൽ എന്തിനാണ് സയ്യിദ് കുത്തുബിനെ പഠിക്കേണ്ട കാര്യം? മലയാളിക്ക് എന്തിനാണ് ഹസനുൽ ബന്നയെ പഠിക്കേണ്ട കാര്യം? മലയാളിക്ക് എന്തിനാണ് മുസ്ലിം ബ്രദർഹുഡിനെ പഠിക്കേണ്ട കാര്യം? ആ ആശയം എന്ന മതരാഷ്ട്രവാദം, ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക, ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്ന ആശയം ഈ കേരളത്തിൽ പഠിപ്പിച്ചിട്ടുള്ള, ഇന്ത്യയിൽ പഠിപ്പിച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിക്കും അതേപോലെ തന്നെ സലഫിസത്തെ സ്വീകരിച്ചിട്ടുള്ള നദ്വത്തുൽ മുജാഹിദീനും ISന്റെ പ്രവർത്തനത്തിൽ നിന്നുകൊണ്ട് ഒടിഞ്ഞു മാറാൻ കഴിയില്ല. IS ആണ് യഥാർത്ഥത്തിൽ ISന്റെ ആശയത്തിന്റെ പ്രധാന കാമ്പ് ഹസനുൽ ബന്നയാണ്, സയ്യിദ് കുത്തുബുമാണ്. അപ്പൊ ഒരു ഭാഗത്ത് മഖബറകൾ തകർത്ത് ഞങ്ങളുടെ വിശ്വാസത്തെ അല്ലാത്ത മുശ്രിക്കീങ്ങളെ കൊല്ലാം എന്ന മുഹമ്മദ് അബ്ദുൽ വഹാബിനെ സർക്കാവിയും അബൂബക്കർ ബഗ്ദാദിയും സ്വീകരിച്ചു. മറുഭാഗത്ത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തടസ്സം നിൽക്കുന്നവരെ കൊന്നിട്ടാണെങ്കിലും ഇസ്ലാമിക സ്റ്റേറ്റ് ജിഹാദ് നടത്തി സ്ഥാപിക്കണമെന്ന സയ്യിദ് കുത്തുബിന്റെയും അബുൽ അഅ്ല മൗദൂദിയുടെയും ആശയത്തെയും സർക്കാവിയും അബൂബക്കർ ബഗ്ദാദിയും സ്വീകരിച്ചു. അപ്പോൾ കേരളത്തിലെ മുജാഹിദുകൾക്കും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും ISന്റെ പിതൃത്വത്തിൽ നിന്നുകൊണ്ട് കൈ കഴുകി രക്ഷപ്പെടാൻ കഴിയില്ല. അവരാണ് അതിന്റെ നമ്പർ 1 ഉത്തരവാദികൾ. അതുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ISുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നതും അപകടമാണ്. തൊട്ടതും പിടിച്ചതുമൊക്കെ IS ആക്കുക, പിടിക്കപ്പെടുന്നവരൊക്കെ തന്നെ കുറ്റവാളികളാക്കുക എന്ന് പറഞ്ഞ് ഇസ്ലാമിക സ്ഥാപനങ്ങൾ ആക്രമിക്കാനുള്ള സംഘപരിവാർ ഫാസിസ്റ്റുകളുടെ കുടില തന്ത്രം. ആ തന്ത്രത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് 8 സിമിക്കാരെ ഫൈറ്റ് നടത്തിക്കൊന്നു എന്ന വ്യാജേന ഭോപ്പാൽ ജയിലിൽ നിന്നുകൊണ്ട് പുറത്ത് കടത്തിക്കൊണ്ട് അവരെ വെടിവെച്ചു കൊന്ന സംഭവം. ഈ വിധത്തിലുള്ള അക്രമങ്ങൾ മുസ്ലിം ന്യൂനപക്ഷത്തിന് നേരെ സംഘപരിവാർ നടത്തുന്നു ISന്റെ പേര് പറഞ്ഞിട്ട്. ഇന്നലെ മലപ്പുറം കുന്നിലിന്റെ മുകളിൽ മലപ്പുറത്ത് വെച്ചുകൊണ്ട് ബോംബ് സ്ഫോടനം ഉണ്ടാക്കി IS അതിന്റെ പിന്നിൽ, അല്ലെങ്കിൽ അൽ-ഖായിദയാണ് അതിന്റെ പിന്നിൽ, അല്ലെങ്കിൽ അൽ-ഖായിദയുടെ ഉപവിഭാഗങ്ങളാണ് അതിന്റെ പിന്നിൽ എന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രം. മലപ്പുറത്തെ കലാപ മേഖലയാക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാറാണ്. IS ഇവിടെ ഉണ്ടാവേണ്ടത് അവർക്ക് ആവശ്യമാണ്. IS ഉണ്ടാക്കുന്നതിൽ പ്രധാന പേര് മുസ്ലിം അൽ-ഖായിദ പോലുള്ള പേര് സ്വീകരിച്ച് ഇവിടെ പ്രവർത്തനം നടത്തുന്നത് യഥാർത്ഥത്തിൽ RSSന്റെ ഹിഡൻ അജണ്ടയാണ്.
ആ അജണ്ട തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. രാജ്യത്ത് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ ന്യൂനപക്ഷ വേട്ട, ന്യൂനപക്ഷ വിരുദ്ധത, ന്യൂനപക്ഷ പീഡനം നാളുകളോളം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് IS ആരോപണം മുസ്ലിമീങ്ങൾക്ക് നേരെ, തീവ്രവാദ ആരോപണം മുസ്ലിമീങ്ങൾക്ക് നേരെ. രണ്ടാമത്തെ കാര്യമാണ് മുസ്ലിമീങ്ങളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുക, അവരെ കവാട്ട് നടത്തിക്കൊല്ലുക. ഈ രണ്ട് മേഖലയും. ആ മേഖല ഒരു ഭാഗത്താണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്ന ഗോവധ നിരോധനം. പശുവിനെ കൊല്ലാൻ പാടില്ല, പോത്തിനെ അറുക്കാൻ പാടില്ല, മൂരിയെ കൊല്ലാൻ പാടില്ല, ഇറച്ചി കടിക്കാൻ പാടില്ല, ഇറച്ചി വിൽക്കാൻ പാടില്ല, തോല് ഉപയോഗിക്കാൻ പാടില്ല, ഗോവധം പാടില്ല. എന്താ കാരണം? ഗോമാതാവിന് അതിഷ്ടല്ല എന്ന് പറഞ്ഞാൽ ഗോമാതാവ് ദൈവമാണ്, ദൈവത്തെ ആരാധിക്കണം, ആരാധിക്കേണ്ട പശുവിനെ അറുക്കാൻ പാടില്ല. നമ്മൾ ആരും ഗോമാതാവിനെ ആരാധിക്കുന്നതിനെതിരല്ല, അവർക്ക് അവരുടെ വിശ്വാസമാവാം. പക്ഷെ ഗോനെ കൊല്ലാൻ പാടില്ല, പശുവിനെ കൊല്ലാൻ പാടില്ല, പോത്തിനെ അറുക്കാൻ പാടില്ല എന്ന് ഒരു വേദഗ്രന്ഥത്തിലും പറയുന്നില്ല. ഒരു വേദഗ്രന്ഥത്തിലും പറയുന്നില്ല. മഹാഭാരതത്തിലോ മനുസ്മൃതിയിലോ രാമായണത്തിലോ ഒരു വേദത്തിലും ഒരു പുരാണത്തിലും ഒരു ശ്രുതിയിലും ഒരു ഉപനിഷത്തിലും പറയുന്നില്ല. എന്നാൽ ഒരുപാട് ഉപനിഷത്തുകളും ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഗോമാംസം ഭക്ഷിച്ച വലിയ മഹർഷിമാരെ പറ്റി. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ആവേശം കിട്ടാൻ, ഊർജം കിട്ടാൻ, ആരോഗ്യം കിട്ടാൻ വേണ്ടി ദിവസങ്ങളോളം മാംസം ഭക്ഷിച്ച് ശരീരത്തെ പുഷ്ടിപ്പെടുത്തിയ കഥ മഹാഭാരതം പോലുള്ളവർ പറയുന്നുണ്ട്. അത് ഭക്ഷിക്കാമെന്നാണ് അവരുടെ വാദം. ഗോ ആരാധന ആവാം, പക്ഷെ ഗോ വധം വേണ്ട എന്ന് പറയുന്നത് ഏത് വേദത്തിന്റെ അടിസ്ഥാനത്തില? ലോകത്തൊരു വേദം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കഥ ഉണ്ടാക്കിക്കൊണ്ടാണ്, ഇല്ലാത്ത ചില വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആട്ടിറച്ചി സൂക്ഷിച്ച, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച അഖ്ലാഖിനെ മാട്ടിറച്ചി സൂക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്ക് തല്ലിക്കൊല്ലുന്നത്. ആടിന്റെ മാംസത്തെ പോത്തിന്റെ മാംസമാണ്, പശുവിന്റെ മാംസമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. ആ രൂപത്തിൽ പച്ചക്ക് കൊല്ലുകയാണ്. ദളിതുകാരെ കൂട്ടക്കൊല നടത്തുകയാണ്. കാലിക്കച്ചവടക്കാരെ തിരിവെച്ചുകൊണ്ട് കൊന്നു കെട്ടിത്തൂക്കുകയാണ്. ഈ രൂപത്തിലുള്ള അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗോവധത്തിന്റെ പേരിൽ ദൈവത്തിന്റെ പ്രീതി നേടാനാണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിന്റെ ശേഷം ഗുജറാത്തിൽ നിന്നുകൊണ്ട് വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ടുള്ള കബാബ് പോലുള്ള ഇറച്ചി കച്ചവടക്കാർ നടത്തുന്ന ബിസിനസ് 18,000 ടൺ വർധനവാണ് കഴിഞ്ഞ 2 വർഷത്തിന്റെ ഉള്ളിൽ ഉണ്ടായത്. ഒരു BJP MP ആണ് ഇന്ത്യയിൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗോവധം ലോകത്തേക്ക് കയറ്റി അയക്കുന്നത്. ആ BJP MP കയറ്റി അയച്ചിട്ടുള്ള മാംസം 2 കൊല്ലം കൊണ്ടുണ്ടായ വർധനവ് 18,000 ടണ്ണാണ്. നരേന്ദ്രമോദി ധരിക്കുന്ന ഷൂ, നരേന്ദ്രമോദി ധരിക്കുന്ന ബെൽറ്റ് പശുവിനെ അറുത്തിട്ട് ആ തോല് ഊറക്കിട്ടിട്ടുണ്ടാക്കിയതാണ്. അപ്പോ അവർക്കതൊക്കെ ആവാം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, ഞാൻ പോത്തിറച്ചിയും മൂരിറച്ചിയും പശുവിറച്ചിയും തിന്നും, വിൽക്കും, വാങ്ങും, ആരും തടയണ്ട. വെള്ളാപ്പള്ളി നടേശന് നേരെ ആർക്കും ആക്രോശമല്ല, കുഴപ്പമില്ല. വെള്ളാപ്പള്ളി നടേശന് നേരെ ആരും കണ്ണൂരിട്ടുന്നില്ല. കാരണം എന്താ? വെള്ളാപ്പള്ളി നടേശൻ BJPയോട്, നടേശൻ BJPയോട് നമോ പറഞ്ഞ ആളാണ്. BJP എന്താ പറയുന്നത് അത് ചെയ്തു കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഏത് പശുവിനെ അറുക്കാം. ഗോവ മുഖ്യമന്ത്രി പറഞ്ഞു, ലോകം മുഴുവനും ഗോമാംസം നിരോധിച്ചാലും ഗോവയിൽ നിരോധിക്കൂല. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം അത് BJPന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഇതൊക്കെ ഒരു നാടകമാണ്. ഇത് ദൈവപ്രീതി നേടാനല്ല, ഇത് മുസ്ലിങ്ങളെ കൊല്ലാനും ആക്രമിക്കാനുമുള്ള ഒരു വഴി. എന്നിട്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അധികാരം നേടാനും മുസ്ലിമീങ്ങൾ ആക്രമിക്കാനുമുള്ള വഴി. അതിന്റെ ഒരു ഭാഗമായി കൊണ്ടാണ് ഏക സിവിൽ കോഡ് വാദം. ഏക സിവിൽ കോഡ് വാദം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നതാരാ? ഒരു കാലത്തും ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ വിചാരിച്ചവര് കൊണ്ടുവന്ന വാദക്കാർക്ക് തന്നെ ഇതിലൊരു ഏകീകരണം ഉണ്ടായിട്ടില്ല. രാജ്യത്തെ മൊത്തം ഒരു നിയമം എന്നാരാ പറയുന്നത്? ഒരു കാലഘട്ടത്തിൽ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു ഏക സിവിൽ കോഡ് വേണം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞു ഏക സിവിൽ കോഡ് വേണം. ഇപ്പൊ ഏക സിവിൽ കോഡ് വേണ്ടെന്ന് പറയുന്നത് ഏക സിവിൽ കോഡ് വേണ്ടാഞ്ഞിട്ടല്ല, കൊണ്ടുവരുന്നവർ BJP ആയിട്ടാണ്. BJP പറയുന്നു ഏക സിവിൽ കോഡ് വേണം. എന്തുകൊണ്ടാണ് BJP കൊണ്ടുവന്ന ഏക സിവിൽ കോഡിനെ CPM അംഗീകരിക്കാതെ? ഞാൻ രാഷ്ട്രീയമായി ആരെ കുറ്റപ്പെടുത്തല്ല.
BJP കൊണ്ടുവരുന്ന സിവിൽ കോഡിന്, ഏക സിവിൽ കോഡിന് CPM-ന് പറ്റുന്നില്ല. അതിന് കാരണം എന്താ? അത് ഏക സിവിൽ കോഡ് CPM-ന്റെ രൂപത്തിലല്ല ഏക സിവിൽ കോഡ് BJP കൊണ്ടുവരിക. ഇവരാരും കൊണ്ടുവരുന്ന രൂപത്തിലല്ല ഫെമിനിസ്റ്റുകളുടെ ഏക സിവിൽ കോഡ് വാദം. ഇവർ മൂന്നും പറയുന്ന ഏക സിവിൽ കോഡല്ല രാജ്യത്തെ മുസ്ലിം പേര് സ്വീകരിച്ചുകൊണ്ട് സാംസ്കാരിക പട്ടം ചമഞ്ഞുകൊണ്ട് നടക്കുന്ന ചില പുരോഗമനവാദികളുടെ വാദം. ഇവർക്കാർക്കും ഇന്ത്യ രാജ്യത്തെ ഏക സിവിൽ കോഡ് വാദികൾക്ക് ഇന്ന് വരെ വാദത്തിൽ പോലും ഒരു ഏകീകരണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടപ്പോൾ ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന് എല്ലാവരെയും കൂടി ഏകീകരിപ്പിക്കുന്നത്? കൊണ്ടുവരുന്ന വാദിക്കാർക്ക് പോലും ഇവർ കൊണ്ടുവന്ന ഏക സിവിൽ കോഡ് മറ്റോ അംഗീകരിക്കൂല, അവർ കൊണ്ടുവന്ന ഏക സിവിൽ കോഡ് ഇവർ അംഗീകരിക്കൂല. ഇപ്പൊ രാജ്യത്തെ ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് മുറവിളി കൂട്ടിക്കൊണ്ട് നടക്കുന്നവർക്ക് പോലും ഇന്ന് വരെ ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൊണ്ടുവരുന്ന ഏക സിവിൽ കോഡ് എങ്ങനെയാ ജനങ്ങളെ മുഴുവനും ഏകീകരിക്കുക? അസാധ്യമായ, അസംഭവ്യമായ ഒരു വാദമാണ് ഏക സിവിൽ കോഡ് വാദം. ഡെമോക്രസിന്റെ വാള് പോലെ ഭരണഘടനയിൽ തൂങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ പറയുന്നു, സമസ്ത പറയുന്നു, ഏക സിവിൽ കോഡ് ഭരണഘടനയിൽ കൊണ്ട് എടുത്തു മാറ്റണം. എന്തിനാണ് അങ്ങനെ ഒരു ഊരാ കൊടുക്ക്? ഭരണഘടനയിൽ പറയുന്ന 25-ാം ഭാഗത്ത് പറയുന്ന മൗലികാവകാശത്തിന് നേരെ എതിരാണ് ഭരണഘടനയിൽ പറയുന്ന മാർഗനിർദ്ദേശക തത്വത്തിലെ 44-ാം ഭാഗം. ഘടകവിരുദ്ധമാണ്. എന്നാൽ ആ മാർഗനിർദ്ദേശക തത്വത്തിൽ തന്നെ സമ്പൂർണ്ണ മദ്യനിരോധനം രാജ്യത്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ മാർഗനിർദ്ദേശക തത്വത്തിന് രാജ്യത്ത് സമ്പൂർണ്ണമായി വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് കാര്യത്തിനും ഒരു മൗലികാവകാശവും തടസ്സമല്ല. എന്നാൽ ഇതിന് മൗലികാവകാശം തടസ്സമാണ് താനും. പിന്നെന്തിനാണ് മൗലികാവകാശം തടസ്സം നിൽക്കുന്ന ഈ മാർഗനിർദ്ദേശക തത്വം മുറവിളി കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യം? പറയുന്ന വാദം ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടി പറയുന്ന ഏക കാര്യം അവർ പറയുന്നു ഇന്ന് മുത്തലാഖാണ്. 3 തൊലാഖും ഒന്നിച്ചു ചൊല്ലിയാൽ അത് 3 തൊലാഖുമാകുമെന്ന് മുസ്ലിമീങ്ങൾ പറയുന്നു. മുത്തലാഖ് സ്ത്രീകളെ പീഡിപ്പിക്കുകയാണ്, അതുകൊണ്ട് അത് വേണ്ടാന്ന് ഇതിന്റെ വിരോധികൾ പറയുന്നു. പരിഹാര മാർഗം ഏക സിവിൽ കോഡ് കൊണ്ടുവരലാണ് എന്ന് ലോ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ചോദ്യാവലി ചോദിച്ചുകൊണ്ട് പറയുന്നു. ലോ കമ്മീഷൻ ഇങ്ങനെ ഒരു കമ്മീഷൻ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം കണക്കെടുപ്പ് നടത്തി, സർവേ നടത്തി, വോട്ടെടുപ്പ് നടത്തി കൊണ്ടുവരേണ്ട കാര്യമല്ല ഇതൊന്നും. രാജ്യത്ത് ന്യൂനപക്ഷ സമുദായത്തിന് കിട്ടേണ്ട ഒരു അവകാശം അനുവദിച്ചു കൊടുത്തതിന് എന്തിനാണ് വോട്ടെടുപ്പ് നടത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തിന്റെ വോട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തടയേണ്ട കാര്യം? ന്യൂനപക്ഷത്തിന്റെ അവകാശം എന്നത് വോട്ടെടുപ്പ് കൊണ്ടല്ലല്ലോ. ന്യൂനപക്ഷത്തിന്റെ അവകാശം എന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന രാജ്യത്തിന്റെ കാതലായ വശം നിലനിൽക്കാൻ വേണ്ടിയാണ്. അത് വോട്ടെടുപ്പ് കൊണ്ടോ സർവേ കൊണ്ടോ അല്ല അതിന്റെ ഗതി തീരുമാനിക്കേണ്ടത്. ഏക സിവിൽ കോഡ് പറയുന്നവർ കൊണ്ടുവരുന്ന വാദമാകുന്ന ഈ മുത്തലാഖ് എന്ന വാദം, മുത്തലാഖ് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് പീഡനമാണ് പറയുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി പറഞ്ഞു ഏക സിവിൽ മുത്തലാഖ് മുസ്ലിം പെണ്ണുങ്ങളുടെ കണ്ണീര് അതൊപ്പണം. മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പുന്നതിന് മുമ്പ് കെട്ടിച്ചൊല്ലി നാടാകെ തെണ്ടാൻ വിട്ടിട്ടുള്ള യശോദയെ തന്റെ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ട് വന്നിട്ട് മതി നരേന്ദ്രമോദി മുസ്ലിം പെണ്ണിന്റെ കഥ പറയാൻ. യശോദയെ തൊലാക്കല്ലിയത് 3 അല്ല 300 ഒരു കാലത്ത് നമുക്ക് വേണ്ടാന്ന്. ആ യശോദയെ തെരുവിലാക്കിയിട്ടാണ് ഇയാൾ ഇസ്ലാമിന്റെ പെണ്ണുങ്ങളെ പറ്റി വർത്താനം പറയുന്നത്. മുത്തലാഖ് CPM-ന് പറ്റൂല. ഞാൻ പാർട്ടിക്ക് എതിരല്ല, മറ്റേ പാർട്ടി ആയാലും ഇസ്ലാമിന്റെ കാര്യത്തിൽ കൈകടത്തിയാ പറയും. ഞങ്ങൾ അന്നേയും UMS-നോട് പറഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയപരമായി CPM-നോടൊന്നുമില്ല, പക്ഷെ CPM മഠത്തിൽ ഇടപെടണ്ട. ലീഗ് പറഞ്ഞ പോലെ പറഞ്ഞോ. ലീഗ് പറഞ്ഞ ഞങ്ങൾ ഇടപെടുന്നില്ല, അത് മറവണ്ടിന്മാർ തീരുമാനിക്കേണ്ടതാണ്. ഈ നിലപാട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിച്ചിട്ടുണ്ടല്ലോ. എന്താ CPM മാത്രം ഇത് പറയുന്നത്? ഞാൻ പാർട്ടിക്ക് എതിരല്ല, അടിത്തറയിട്ടുകൊണ്ട് പറയുന്നു. രാഷ്ട്രീയപരമായ CPM-ന് ഞാൻ എതിരല്ല, പക്ഷേ CPM ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇടപെടണ്ട. മുത്തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന്റെ കണ്ണീര് പറഞ്ഞുകൊണ്ടാണ് പോളിറ്റ് ബ്യൂറോ പറയുന്നത് മുത്തലാഖ് നിരോധിക്കണം. TV തോമസിന്റെ ഭാര്യയാണ് ഗൗരിയമ്മ. TV തോമസ് ക്രിസ്ത്യാനിയാണ്, ഗൗരിയമ്മ ഈഴവ പെണ്ണാണ്. രണ്ടാൾ കൂടി പ്രേമിച്ചിട്ടാണ് കയർ തൊഴിലാളികളായി കയർ ഫാക്ടറിയിൽ വെച്ചുകൊണ്ട് പ്രേമിച്ച് മിശ്രവിവാഹം നടത്തിയത്. മിശ്രവിവാഹം നടക്കുന്ന സമയത്ത് ഒരു പാർട്ടിയുള്ളൂ CPI. പിന്നെ പാർട്ടി രണ്ടായി, CPI പോയി TV തോമസ്, CPM പോയി ഗൗരിയമ്മ. 2 പാർട്ടിയായി എന്നതിന്റെ പേരിൽ TV തോമസിനോട് CPI പറഞ്ഞു ഗൗരിയമ്മയെ തൊലാക്കല്ലണം. ഗൗരിയമ്മയോട് പറഞ്ഞു TV തോമസുമായി യാതൊരു ബന്ധവും പാടില്ല, ഒഴിവാക്കണമെന്ന്. ഒഴിവാക്കിയെന്ന് മാത്രമല്ല, മിണ്ടാൻ പാടില്ല, തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, ഒരു വിഷയം വന്നാൽ ഇടപെടാനും പാടില്ല. 2 ആൾക്ക് 2 വീട്.
രണ്ട് വീട്ടിന്റെയും മധ്യത്തിൽ ബെർലിൻ മതിൽ പോലത്തെ ഒരു മതിൽ കെട്ടിപ്പൊക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിലക്കും ബന്ധപ്പെടാൻ പാടില്ല. മനസ്സും ഭൂമിയും വിഭജിച്ചു. ഗൗരിയമ്മക്കൊരു മോഹം ഉണ്ടായിരുന്നു, അവസാനക്ക് ടി വി തോമസിനൊന്ന് കാണണമെന്ന്. ടി വി തോമസ് രോഗമായിക്കൊണ്ട് കിടപ്പിലായി. വീട്ടിൽ പോകാൻ വേണ്ടി പാർട്ടിനോട് ചോദിച്ചു. അണങ്ങിപ്പോകരുതെന്ന് പറഞ്ഞു CPM. അവസാനം ടി വി തോമസിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അയാൾ അവസാനമായി കൊണ്ട് മരിക്കുകയാണ്. ഒന്ന് ഞാൻ കാണട്ടെ ചോദിച്ചപ്പോൾ പാർട്ടി പറഞ്ഞു പറ്റൂല. അവസാനം ഗൗരിയമ്മ പാർട്ടിയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് അർദ്ധരാത്രി സമയത്താണ് ജനൽപ്പാളിയുടെ മറവിൽ നിന്നുകൊണ്ട് ടി വി തോമസിന് ഒരു നോക്കി അവസാന ശ്വാസം വലിക്കുന്നത് കണ്ട് കണ്ണീരോടെ ഗൗരിയമ്മ മടങ്ങിപ്പോയത്. ഇത് പറയുന്നത് ആരാ? UVK എന്ന സഖാവ് എഴുതിയ തന്റെ ആത്മകഥയുണ്ട്. പ്രഭാത ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടങ്ങാടി കിട്ടും. UVKയുടെ ആത്മകഥയിൽ പറയുന്നു ഈ സംഭവം. കണ്ണീരോടുകൂടി ഗൗരിയമ്മ ടി വി തോമസിനെ കണ്ടുകൊണ്ട് മിണ്ടാൻ കഴിയാതെ മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ടി വി തോമസിനോടും ഗൗരിയമ്മയോടും ലോകാവസാനം വരെ പിരിയാൻ വേണ്ടി പറഞ്ഞ മുത്തലാഖല്ല 300 തൊലാഖും ചൊല്ലിയ CPMകാർക്ക് മുസ്ലിം പണ്ടിന്റെ മുത്തലാഖിൽ വർത്തമാനം പറയാൻ ഒരർഹതയുമില്ല. BJPക്കും ഇല്ല, CPMനും ഇല്ല. മുസ്ലിം പെണ്ണുങ്ങൾക്കറിയാം മുത്തലാഖ് എന്താണ്. വിവരമില്ലാതെ ചില മുസ്ലിം സ്ത്രീകൾ മുത്തലാഖ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തലാഖ് മുസ്ലിം സ്ത്രീക്ക് പീഡനമല്ല. ഞാൻ രണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, മുത്തലാഖിന്റെ ഇസ്ലാമിക വിധി എന്താണ്? രണ്ട്, അതെങ്ങനെയാണ് സ്ത്രീകൾക്ക് പീഡനമാകുന്നത്? ഇത് രണ്ടും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇസ്ലാം പറയുന്നത് സ്ത്രീകൾക്ക് മുത്തലാഖ് എന്നല്ല, ത്വലാഖ് തന്നെ വേണ്ടാന്ന്. നേരത്തെ ഇവിടെ സത്താർ വിശദമായി തന്നെ പറഞ്ഞല്ലോ. ഇസ്ലാം എപ്പോഴാ ത്വലാഖ് പറഞ്ഞത്? അറ്റ കൈക്ക് മാത്രമേ ത്വലാഖ് പാടുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പരസ്പരം യോജിപ്പിലെത്താൻ കഴിയില്ലെങ്കിൽ വല്ലാത്തി തഹാഫുന നുശൗസഉന്ന ഫഇലുഹുന്ന. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് സതുപദേശം പറഞ്ഞു കൊടുക്കട്ടെ എന്ന്. എന്നിട്ടും അവർ രണ്ടാളും യോജിക്കുന്നില്ലെങ്കിൽ അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിടപ്പറ ബഹിഷ്കരിക്കട്ടെ. വഹ്ജുറുഹുന്ന ഫിൽ മലാജിഇ. എന്നിട്ടും നന്നാവുന്നില്ലെങ്കിൽ വദ്രിബൂഹുന്ന, അവരടിക്കട്ടെ. ഇനി അത് അങ്ങോട്ടും ആദ്യം അടിയാവാം, പിന്നെ കിടപ്പറ ബഹിഷ്കരണവും ആവാം. എന്നിട്ട് ഫലിക്കുന്നില്ലെങ്കിൽ ത്വലാഖ് ചെല്ലാൻ പാടില്ല. സതുപദേശം, കിടപ്പറ ബഹിഷ്കരണം, ശിക്ഷണം. ഇത് മൂന്നും കഴിഞ്ഞിട്ടും പെണ്ണ് നന്നാകുന്നില്ലെങ്കിൽ, രണ്ടാളും യോജിക്കുന്നില്ലെങ്കിൽ ഫബഹസു ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹ. ഭാര്യാന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു വിധികർത്താവായ മധ്യസ്ഥനും പുരുഷ വിഭാഗത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു ആളും മധ്യസ്ഥത വഹിച്ചുകൊണ്ട് രണ്ടാളും ചർച്ച നടത്തട്ടെ. ഖൈറാണ്, സുൽഹാണ് ഖൈർ, അതിലേക്ക് പോകട്ടെ. അല്ലെങ്കിൽ അവസാന കൈക്ക് വേണമെങ്കിൽ പിരിഞ്ഞോട്ടെ. അത് നാലും ഫലിച്ചില്ലെങ്കിൽ മാത്രമേ ത്വലാഖ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ. 4 കടമ്പയും കഴിഞ്ഞിട്ടേ ത്വലാഖ് പാടുള്ളൂ. എന്നാൽ പോലും അള്ളാന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബ്ഗളുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ്. അള്ളാഹുവിന് അനുവദിക്കപ്പെട്ട കാര്യത്തിൽ ഏറ്റവും ദേഷ്യമുള്ള കാര്യം ത്വലാഖാണ്. റസൂലുള്ള മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഭൂമിയിൽ ത്വലാഖ് നടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അർശ്, ദൈവസിംഹാസനം കിടലം കൊണ്ട് വിറക്കും. അത്രയും വലിയ ഒരു ക്രൂരതയാണ് ത്വലാഖ്. അതുകൊണ്ട് ത്വലാഖ് അവസാന ഘട്ടത്തിലെ ചൊല്ലാവൂ. എന്നാൽ പോലും ചെല്ലുന്നതിന് നടപടിക്രമം 1 ചൊല്ലുക, 2 ചൊല്ലുക, 3 ചൊല്ലുക. അഥവാ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ആ പെണ്ണിനെ രണ്ടാമത് മടക്കിയെടുക്കാം. 2ാം വട്ടവും ചൊല്ലിയാൽ വീണ്ടും അവളെ വേണമെങ്കിൽ മടക്കിയെടുക്കാം. 3ാം വട്ടവും ചൊല്ലിയാൽ പിന്നെ അവളെ മടക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ വേറൊരാൾ കെട്ടിച്ചൊല്ലണം. ഇതൊക്കെ ത്വലാഖ്. നരേന്ദ്രമോദി ചൊല്ലിയിട്ടുള്ള യശോദക്ക് ഇത് ബാധകല്ലാണ്. അതേപോലെ തന്നെ ടി വി തോമസിന് ഗൗരിയമ്മക്ക് ഇത് ബാധകല്ലാണ്. എടോ, അതിനൊക്കെ അപ്പുറത്ത് 1 ചൊല്ലിയാൽ രണ്ടാമത് മടക്കിയെടുക്കാൻ ഇസ്ലാമിൽ ത്വലാഖ് അനുവദിക്കുന്നു. 2ാമത് ചൊല്ലിയാൽ പിന്നെയും ത്വലാഖ് പിന്നെയും മടക്കിയെടുക്കാം. 3ാമത് ചൊല്ലിയാൽ മടക്കിയെടുക്കാം. പക്ഷേ വേറൊരാൾ കെട്ടിച്ചൊല്ലണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ത്വലാഖ് എന്ന് പറയുന്നത് ആണും പെണ്ണും ഖിയാമത്ത് നാൾ വരെ, മരണം വരെ പിരിഞ്ഞിരിക്കണമെന്ന ഒരു ഇടങ്ങേറല്ല. ജീവിത രീതിയുടെ സന്തുലിതത്വത്തിന് കോട്ടം പറ്റുന്ന സമയത്ത് അവർക്കിടയിലുള്ള നല്ല ജീവിതം കൊടുക്കുന്നതിന്റെ ഒരു ഉപാധിയുടെ ഒരു മേഖലയാണ് ത്വലാഖ്. ആ ത്വലാഖിനെ മനസ്സിലാക്കുന്നതിന് എന്താ മടി? എന്നാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ത്വലാഖ് നടക്കുന്നത്, ഏറ്റവും കുറവ് ത്വലാഖ് നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കുറവ്. അതിന്റെ അർത്ഥം എന്താ? മുസ്ലിങ്ങളിലാണ് ത്വലാഖ് ഏറ്റവും കുറവ്. മുസ്ലിങ്ങളിലാണ് ഏറ്റവും കുറവ്.
അതേപോലെ തന്നെ രണ്ടാം സ്ഥാനം കേരളത്തിൽ ത്വലാഖ് കുറഞ്ഞു വന്നിട്ടുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ രണ്ടാം സ്ഥാനമുള്ള ജില്ല കൊല്ലമാണ്. അപ്പൊ അതിനർത്ഥം എന്താ? മുസ്ലിങ്ങളുടെ ഭാഗത്ത് ത്വലാഖ് വല്ലാതല്ല. അല്ല, മുസ്ലിം പെണ്ണുങ്ങളെ ത്വലാഖ് ചെല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നാടാകെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളും ചാനലുകളൊക്കെ വന്നുകൊണ്ട് മുസ്ലിം പെണ്ണിനെ പർദ്ദ ഇട്ടിട്ട് ഫെമിനിസ്റ്റുകളാക്കിക്കൊണ്ട് വാദിച്ചുകൊണ്ട് ഇസ്ലാമിനെ പരിഹസിക്കുന്ന ആളുകളും എന്റെ ഊർവശിയെ ത്വലാഖ് ചെല്ലിയിട്ടുള്ള എന്താ മറ്റോന്റെ പേര് മനോജ് കെ ജയനോ, മൂപ്പരെ ചാനൽ കൊണ്ടുവരില്ല. എന്താണോ ഇനി ഊർവശിനെ ചെല്ലാൻ കാരണം? വർത്താനില്ല. കാവ്യമാനവനെ ചൊല്ലിയോന് പരാതിയില്ല. അത് വേറെ സാധനം എന്തൊക്കെ പറയുന്നത്? ഞാൻ ഫേസ്ബുക്കിൽ വായിച്ച പല പേരൊക്കെ എന്താ വേറൊരു പെണ്ണുണ്ട്, മഞ്ജു വാര്യർ. അയാളെ ത്വലാഖ് ചൊല്ലി ആ പെണ്ണിനെ ഒഴിവാക്കി നടക്കുന്ന സിനിമയിൽ തിമർത്താടുകണത്രേ. അപ്പൊ ഇവർക്കൊന്നും ചാനൽ ചർച്ചല്ല. മുസ്ലിം പെണ്ണിന്റെ കാര്യത്തിൽ മുതലക്കണ്ണിയിൽ എന്തെല്ലാം വിധത്തിലാണ് ഈ സിനിമാ നടിമാരും നടന്മാരും സാഹിത്യകാരന്മാരും വലിയ വലിയ ഫെമിനിസ്റ്റുവാദിക്കാരും വലിയ വലിയ വീരവാദിത്തമെടുക്കുന്നവരും പരിഷ്കരണവാദികളും പച്ചക്ക് പെണ്ണുങ്ങളെ ചവച്ചു തുപ്പിയത്. ഇതിനെപ്പറ്റി ആർക്കും ചർച്ചല്ല. മുസ്ലിം പെണ്ണിന്റെ പേരിൽ വലിയ കഥയാണ്. ഇസ്ലാമിൽ അങ്ങനെ ത്വലാഖ് ഒരു വിഷയമായിക്കൊണ്ട് പറയുന്നില്ല. പിന്നെ മുത്തൊലാഖ്, 3 ത്വലാഖ് ഒന്നിച്ചു ചൊല്ലിയാൽ അത് മുത്തൊലാഖാണോ അല്ലേ? ആണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നൊരു സ്വഹാബി ചോദിച്ചു, ആരാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? ലോകത്തെ തഫ്സീറുകളുടെ തലവൻ, റഈസുൽ മുഫസ്സിരീൻ, ഏറ്റവും കൂടുതൽ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രധാനിയാണ്, അഗ്രേശ്വരനാണ്, അവഗാഹ പാണ്ഡിത്യമുള്ള ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ വ്യാഖ്യാനം പോലെ ലോകത്തൊരാൾക്കും കഴിയില്ല ഖുർആൻ വ്യാഖ്യാനിക്കാൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒട്ടകത്തിന്റെ കയറ് നഷ്ടപ്പെട്ട ഞാൻ ഖുർആൻ നോക്കി കണ്ടുപിടിക്കും. ഒട്ടകത്തിന്റെ കയറ് നഷ്ടപ്പെട്ടാൽ ഞാൻ ഖുർആൻ നോക്കി കണ്ടെത്തും. അതിനർത്ഥം എന്താ? അത്രമാത്രം ഖുർആനിൽ അതെവിടെയാ ഒട്ടകം, എവിടെയാ പോയത്, കയർ എവിടെയാ കിടക്കുന്നത് എന്ന് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വിജ്ഞാനത്തിന്റെ A to Z ഖുർആനിൽ ഞാൻ കണ്ടു. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ പൊരുൾ. ആ വിധം ഖുർആൻ മനപ്പാടമുള്ള ആളാണ്, ഖുർആന്റെ തഫ്സീറുകൾ അറിയുന്ന ആളാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു അബ്ബാസ് തങ്ങളോടാണ് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ടവരെ, ഞാൻ എന്റെ ഭാര്യയെ 3 ത്വലാഖും ഒന്നിച്ചു ചൊല്ലി എനിക്ക് മടക്കിയെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എനിക്ക് അവളെ മടക്കിയെടുക്കണമെന്ന് തോന്നുന്നുണ്ട്, മടക്കിയെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അത് കേട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുറഞ്ഞ നേരം മിണ്ടാതിരുന്നു. അതിനുശേഷം ത്വലാഖ് സൂറത്തിന്റെ 2-ാം ആയത്ത് അദ്ദേഹം ഓതി. അതിന്റെ അവസാന ഭാഗത്തെ അദ്ദേഹം പ്രത്യേകമായി കൊണ്ട് പരാമർശിച്ചു. വമൻ യത്തഖില്ലാഹ, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവന് പോംവഴിയുണ്ട്. യജ്അൽ ലഹു മഖ്റജ, ഖുർആൻ ആയത്താണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് രക്ഷപ്പെടാനുള്ള പോംവഴിയുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അള്ളാഹിനെ സൂക്ഷിച്ചില്ല, അതുകൊണ്ട് രക്ഷപ്പെടാൻ ഒരു പോംവഴിയില്ല, ത്വലാഖ് 3 ആയി. എന്താ തെളിവ്? ഖുർആൻ ആയത്ത്. ഏതായത്ത? ത്വലാഖിനെ പറ്റി ത്വലാഖ് സൂറത്തിൽ വന്ന 2-ാം സൂക്തം. ആ 2-ാം സൂക്തം തെളിവായി മുത്തൊലാഖ് സംഭവിച്ചു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തെളിവായി ഉദ്ധരിക്കുന്നെങ്കിൽ ഖുർആനിൽ ത്വലാഖ് മുത്തൊലാഖ് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ കണ്ടെത്തിയിട്ടാ ത്വലാഖിനെ സുബൂത്താക്കിയത്. 2-ാമത്തെ തെളിവ്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ ഒരു കേസെത്തി. ത്വലാഖ് ചെല്ലപ്പെട്ട പെണ്ണിനെ പിന്നെ മടക്കിയെടുക്കുക, ത്വലാഖ് 3 ആകോ 2 ആകോ എന്ന ആണ് സംശയം. നബി തങ്ങൾ ചോദിച്ചു, എത്ര ത്വലാഖാ ചൊല്ലിയത്? 1, 2, 3? 2 ഉള്ളൂ. 2 ഉള്ളൂ? അതെ. എന്നാൽ ത്വലാഖ് മടക്കിയെടുക്കാം. അതിനർത്ഥം എന്താ? 3 ആണെങ്കിൽ പറ്റൂല എന്നാണ്. അതിന്റെ അർത്ഥം 3 ആണെങ്കിൽ മടക്കിയെടുക്കാൻ പറ്റൂല എന്നാണ്. അപ്പൊ ഒറ്റടിക്കുണ്ടായ വാക്ക് 1, 2 എന്ന് ചോദിച്ച് റസൂലുള്ള നിജസ്ഥിതി ബോധ്യപ്പെട്ട ശേഷം 2 പറഞ്ഞിട്ടുള്ളൂ എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാ മടക്കിയെടുക്കാന്ന് പറഞ്ഞത്. അതിനർത്ഥം ഒറ്റടിക്ക് 3 ചൊല്ലിയാൽ മടക്കിയെടുക്കാൻ പറ്റൂല എന്നാണ്. അതേപോലെ തന്നെ 3-ാമത്തെ തെളിവ്, ലോകത്ത് എല്ലാ മദ്ഹബിന്റെ ഇമാമുമാരും ഏകോപിച്ച കാര്യം, അതിൽപ്പെട്ട ഒരു കാര്യമാണ് 3 ത്വലാഖും സംഭവിച്ചാൽ 3 ത്വലാഖും ആയി. 4 മദ്ഹബിൽ ഏതെങ്കിലും ഒന്നിൽ പറഞ്ഞാൽ മതി സുന്നിക്ക് അമൽ ചെയ്യാൻ. 4 മദ്ഹബിൽ ഏതെങ്കിലും ഒരു മദ്ഹബിൽ ഉണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് ശരീഅത്താണ്. എന്നാൽ ഒരു മദ്ഹബ് മാത്രമല്ല 4 മദ്ഹബും
അനുവദിച്ച, 4 മദ്ഹബും സമ്മതിച്ച കാര്യമാണ് മുത്തലാഖ്. 4 മദ്ഹബിലുമുണ്ട്. ഇതിനോട് വെല്ലാൻ ലോകത്ത് ഒരു നിയമത്തിനും സാധ്യമല്ല. 4 മദ്ഹബും അല്ല. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ MM അക്ബർ KT ജലീലിനോട് മറുപടി പറഞ്ഞപ്പോ താടി അനുവദിക്കാൻ, താടി ഇസ്ലാമിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് KT ജലീലിന് മറുപടി കൊടുത്തു MM അക്ബർ. എന്താ തെളിവ്? 4 മദ്ഹബിലുണ്ട്. 4 മദ്ഹബിലും താടി അനുവദിച്ചിട്ടുണ്ട്. താടി വേണമെന്ന് പറയുന്നു. ചില മദ്ഹബ് നിർബന്ധമെന്ന് പറയുന്നു. ചില മദ്ഹബിലെ ചില ഭാഗത്ത് അത് മക്റൂഹാന്ന് പറയുന്നു. എന്ന കാര്യം ആവർത്തിച്ച് സമർത്ഥിച്ചുകൊണ്ട് തെളിവിന്റെ സലക്ഷ്യത്തോടുകൂടി MM അക്ബർ KT ജലീലിന് കൊടുത്ത മറുപടിയിൽ പറയുന്നത് മദ്ഹബ് പറയുന്നു എന്നാണ്. അല്ല, KT ജലീലിന് മറുപടി എടുക്കുമ്പോൾ മദ്ഹബ് പറ്റുന്ന, മുത്തലാഖിന് മദ്ഹബ് പറ്റൂലേ? മുത്തലാഖിന് മദ്ഹബ് എന്താ പറ്റാത്തത്? അതുകൊണ്ട് മുത്തലാഖ് 4 മദ്ഹബിലും പറയുന്നു മുത്തലാഖ് ചൊല്ലാൻ പാടില്ല. ചൊല്ലിയാൽ 3 ആയി. ചൊല്ലുന്നത് ശരിയല്ല, തെറ്റാണ്, കുറ്റമാണ്. ചിലർ പറയുന്നു അത് ഹറാമാണ്. ഒറ്റടിക്ക് 3 കൂടി ചെല്ലാൻ പാടില്ല, ഹറാം. പക്ഷെ ചൊല്ലിയോ 3 ആയി. അത് പുരുഷനുള്ള ശിക്ഷയാണ്, പുരുഷവർഗത്തിനുള്ള ശിക്ഷയാണ്. അല്ല, ഇതെങ്ങനെ സ്ത്രീകൾക്ക് മാത്രം ശിക്ഷയാകുന്നത്? 3 തൊലാഖ് ഒന്നിച്ചു ചൊല്ലിയാൽ അത് 3 തൊലാഖുമായി പിന്നെ മടക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ വേർത്തം കെട്ടിച്ചൊല്ലണം എന്ന് പറഞ്ഞാൽ അത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും പറ്റില്ലല്ലോ. ഇതെങ്ങനെയാകുന്നത്? സ്ത്രീക്ക് പെണ്ണിന്റെ അടുത്തേക്ക്, പുരുഷന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയിക്കൂടാ, പുരുഷന് സ്ത്രീന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരാമെന്നാണോ എന്നർത്ഥം? അല്ല, പുരുഷനും സ്ത്രീക്കും രണ്ടാക്കും പറ്റൂല എന്നാ. അത് സ്ത്രീക്ക് മാത്രമല്ല പീഡനം, പീഡനമാകുമെങ്കിൽ അത് പുരുഷനും പീഡനമാണ്. പിന്നെ അത് സ്ത്രീ പീഡനം എന്നറിയേണ്ട കാര്യം? സ്ത്രീ പീഡനമല്ല, പീഡനമല്ല, ആണെങ്കിൽ രണ്ടാക്കുവാണ്. പക്ഷെ ഇത് സ്ത്രീ പീഡനമാക്കി മാറ്റുന്നത് ചില വിദ്വാന്മാരുണ്ട്. അതാരാ? നമ്മുടെ കോടതിയാണ്. ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞിരുന്നു. രാജ്യത്ത് 1984, 85, 86 കാലഘട്ടത്തിൽ നടന്ന വിവാദമാണ് ശരീഅത്ത് വിവാദം. ആ വിവാദത്തിൽ മുത്തലാഖിലേക്ക് എത്തുന്ന വഴി ഞാൻ പറഞ്ഞുതരാം. ആ വിവാദത്തിൽ രാജ്യത്ത് YV ചന്ദ്രചൂഡ് എന്ന സുപ്രീം കോടതി ജഡ്ജ് പറഞ്ഞു, വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം കൊടുക്കണം. എന്താ ജീവനാംശം എന്ന് പറഞ്ഞാൽ? ഒരാണ് ഒരു പെണ്ണിനെ തൊലാക്കില്ലാൽ തൊലാക്ക് ചെല്ലപ്പെട്ട പെണ്ണിന്റെ മരണം വരെ ഈ ആണ് ചെലവിനൊടുക്കണം. അല്ലെങ്കിൽ തൊലാക്ക് ചെല്ലപ്പെട്ട പെണ്ണിന്റെ പുനർവിവാഹം വരെ ഈ ആണ് ചെലവിനൊടുക്കണം. അതാണ് ജീവനാംശം. ഇത് രാജ്യത്തെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും കൂടിയുള്ള നിയമമാണിത്. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകാവാത്തല്ല, എല്ലാവർക്കും ബാധകമായിരുന്നു. പക്ഷെ അങ്ങനെ മത്താ ഉദ്ധരിച്ച് മുസ്ലിം സ്ത്രീക്ക് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് രാജ്യത്തെ നീതിപീഠമാണ്. എന്താ തെളിവ്? വലിൽ മുത്തല്ലഖാത്തി മത്താഉൻ, തൊലാഖ് ചെല്ലപ്പെട്ട പെണ്ണിന് മത്താ ഉണ്ട്. മത്താഇന്റെ അർത്ഥം ജീവനാംശമാണ് എന്ന് സുപ്രീം കോടതി വെക്കുകയാണ്. അതാരാ പറഞ്ഞു കൊടുത്തത്? സിനിമന്റെ പാട്ട് തന്നെ യൂസഫ് അലി കേച്ചേരി ഖുർആൻ പരിഭാഷ എഴുതി. ആരാ മൂപ്പർക്ക് തെളിവ്? ആർക്ക്? സുപ്രീം കോടതി ജഡ്ജിക്ക് തെളിവ്. സിനിമാക്കാരനായ, ഇസ്ലാമിന്റെ പ്രാഥമിക കാര്യങ്ങൾ പഠിക്കാത്ത മുഴുകുടിയനായ യൂസഫ് അലി, ആ യൂസഫ് അലി കേച്ചേരി എഴുതിയ ഖുർആൻ പരിഭാഷയുടെ ഇംഗ്ലീഷിന്റെ പരിഭാഷ അത് കേട്ടുകൊണ്ടാണ്, അത് വായിച്ചുകൊണ്ടാണ് YV ചന്ദ്രചൂഡ് ഖുർആൻ വ്യാഖ്യാനിക്കുന്നത്. അയാൾ പറയുന്നു, വലിൽ മുത്തല്ലഖാത്തി മത്താഉൻ എന്ന ഖുർആൻ ആയത്തിൽ പറയുന്ന ഇസ്ലാമിലെ വിവാഹമോചിതയായ സ്ത്രീക്ക് ജീവനാംശം മരണം വരെ ചെലവിന് കൊടുക്കണം എന്ന വാദം അത് ഇസ്ലാമിലില്ല. ഇല്ലാത്തൊരു വാദം സുപ്രീം കോടതി അടിച്ചേൽപ്പിച്ചു, ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്തു. അങ്ങനെ ചെയ്ത സന്ദർഭത്തിൽ എന്ന മത്താ കൊടുക്കണ്ടേ? നിലവിൽ മത്താഇന് ആ ജീവനാംശം എന്ന കോടതി വിധിയെ മറികടക്കാനും സ്ത്രീയുടെ ജീവിതം പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടി ഭരണഘടന അനുശാസിക്കുന്നത് പ്രകാരം പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ല് അവതരിപ്പിക്കാൻ മുന്നോട്ട് വന്ന ആൾ ആദ്യം ബഹുമാനപ്പെട്ട ഗുലാം അഹമ്മദ് ബനാത്തുവാലയാണ്. ബനാത്തുവാല ഈ ബില്ല് അവതരിപ്പിക്കാൻ മുന്നോട്ട് വരികയും പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുകയും അതിശക്തമായി സേട്ടു സാഹിബ് അടക്കമുള്ളവർ വാദിക്കുകയും ചെയ്തു. അങ്ങനെ വാദം നടക്കുന്നതിനിടയിലാണ് അലി മിയാൻ കേരളത്തിൽ വന്ന് ശരീര സംരക്ഷണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഷെയ്ഖുന ശംസുൽ ഉലമ അടക്കമുള്ളവർ ആ സമ്മേളനത്തിൽ കോഴിക്കോട് മുതലക്കുളത്ത് പങ്കെടുത്തു. ഷെയ്ഖുന അന്നൊരു പ്രസംഗം നടത്തിക്കൊണ്ട് പറഞ്ഞു, രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മുസ്ലിമീങ്ങളായി ഞങ്ങളെ കണ്ടറിയണം, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കണ്ടറിയും. ആ വർത്താനം പാർലമെന്റിൽ വല്ലാതെ മുഴങ്ങി. ബഹുമാനപ്പെട്ട അന്നത്തെ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രി പദത്തിലിരിക്കുന്ന ZR അൻസാരി വിളിച്ചത് പറഞ്ഞു, നിങ്ങൾ മുസ്ലിം സ്ത്രീയുടെ
ഈ ഷാബാനു കേസിന്റെ വിധിയെ മറികടക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ശരീഅത്ത് സംരക്ഷണ ബില്ല് അവതരിപ്പിക്കണം. പ്രൈം മിനിസ്റ്ററോട് ZR അൻസാരി പറഞ്ഞു, സർ അവിടെ നിലവിൽ ബനാത്ത് വാലന്റെ ഒരു ബില്ലുണ്ട്, ഉണ്ടാകുമോ പിന്നെ നമ്മളെങ്ങനെ അവതരിപ്പിക്കുക? രാജീവ് ഗാന്ധി പറഞ്ഞു, ഞാൻ ശിഹാബ് തങ്ങളെ വിളിച്ചോളാം. അത് മുസ്ലിം ലീഗിന്റെ MP ആണ്. മുസ്ലിം ലീഗ് നമ്മുടെ ഭരണകക്ഷിയിൽ അംഗമല്ല. അതുകൊണ്ട് നമ്മുടെ ഭരണപക്ഷത്തുള്ള കോൺഗ്രസ്സുകാരൊക്കെ ബനാത്ത് വാലന്റെ ബില്ലിന് വോട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് മടിയുണ്ടാവും. സംഗതി നടക്കല്ല വേണ്ടത്. അതുകൊണ്ട് ഞാൻ ശിഹാബ് തങ്ങളോട് സംസാരിച്ചോളാം, നിങ്ങൾ ബില്ല് അവതരിപ്പിച്ചോ, ബനാത്ത് വാലിന്റെ ബില്ല് നിങ്ങൾ അവതരിപ്പിച്ചാൽ മതി, നിങ്ങൾ ബനാത്ത് വാലിനോട് സംസാരിക്കും. അങ്ങനെ ശിഹാബ് തങ്ങളെ വിളിച്ചു. രാജീവ് ഗാന്ധി ശിഹാബ് തങ്ങൾ നേരെ ബനാത്ത് വാലൊക്കെ വിളിച്ചു. ബനാത്ത് വാലയും ZR അൻസാരിയും സൽമാൻ ഖുർഷിദും കൂടി ദിവസങ്ങളോളം രാവും പകലും കഠിനാധ്വാനം ചെയ്ത് ഭക്ഷണവും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ടൊരു ബില്ല്, പൂർണ്ണമായ ഒരു സംരക്ഷിത ബില്ല് ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ല് ബനാത്ത് വാല നേരത്തെ അവതരിപ്പിച്ച ബില്ല് തന്നെയാണെങ്കിലും കുറച്ച് ഭേദഗതി ഉണ്ടാക്കി. അതിന്റെ പഴുതുകളൊക്കെ അടിച്ച് പരസ്പരം മൂന്നാളും രാവും പകലും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചു. പോരാഞ്ഞിട്ട് കേരളത്തിലെ ശംസുലുലമയെ ബന്ധപ്പെട്ടു. അലിമിയാനുമായി കൊണ്ട് ഒരുപാട് നേരം ഡൽഹി വെച്ചുകൊണ്ട് സംസാരിച്ചു. ഇതൊക്കെ കുറ്റമറ്റൊരു ബില്ല് പാർലമെന്റിൽ ZR അൻസാരി അവതരിപ്പിച്ചു. അതിനുവേണ്ടി വോട്ടെടുപ്പ് നടന്നപ്പോൾ ബഹുമാനപ്പെട്ട രാജീവ് ഗാന്ധി പറഞ്ഞു, കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന ആ ബില്ലിന് അനുകൂലമായി. നമ്മുടെ മന്ത്രിയാണ് അവതരിപ്പിച്ചത്, വോട്ട് ചെയ്യണം. ആ വോട്ട് കോൺഗ്രസിന്റെ എല്ലാ MP-മാരും ചെയ്തു. പ്രതിപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ 2 MP-മാരടക്കം സയ്യിദ് ഷിഹാബുദ്ദീൻ എന്ന ജന്നാ പാർട്ടിയുടെ MP അടക്കം 9 MP-മാരും ബഹുമാനപ്പെട്ട ഖാലി അവരുടെ ആദ്യത്തെ പരിപാടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ വേദിയിൽ. അദ്ദേഹം ദുആ ചെയ്തിട്ടേ നമ്മളൊക്കെ പോകാവൂ. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം. നിങ്ങൾക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും, എന്നാലും ബഹുമാനപ്പെട്ട ഖാലിയെ SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ വരവേൽക്കാൻ കിട്ടുന്ന ഈ അവസരം നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചു, ചർച്ചയായി. പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികളടക്കം സയ്യിദ് ഷിഹാബുദ്ദീൻ അടക്കമുള്ള ആളുകൾ, ഉവൈസി അടക്കമുള്ള ആളുകൾ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു. ബഹുഭൂരിപക്ഷം MP-മാരുടെ പിന്തുണയോടുകൂടി പാർലമെന്റിൽ വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീക്കുള്ള അവകാശം കൊടുക്കുന്ന വിധത്തിൽ ശരീഅത്ത് സംരക്ഷണ ബില്ല് പാസാക്കി. ഹൈറായി. ഇപ്പൊ എന്തൊക്കെ നടന്നു? 2 കാര്യം ഈ ബില്ലിലൂടെ നടന്നു. അതിലൊന്നെന്താ? ഒന്ന്, ഷാബാനു കേസിനെ തുടർന്നുകൊണ്ട് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ള വിധി കാരണമായുള്ള ശരീഅത്ത് വിരുദ്ധതയെ മറികടക്കണം. 2, വിവാഹമുക്തയായ സ്ത്രീക്ക് ജീവിതത്തിൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം, സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തണം. 2ഉം കൂടി അവിടെ സാധ്യമായി. ഈ ബില്ല് പ്രകാരം മുസ്ലിം പെണ്ണിന് കിട്ടുന്നത് എന്താണ്? ഈ ബില്ലിന്റെ അല്ലാത്ത അവസ്ഥയിൽ കോമൺ സിവിൽ കോഡാകുന്ന ചില ഭാഗത്ത് കോമണായ ചില നിയമങ്ങളുണ്ടല്ലോ, അതിൽപ്പെട്ട വിധത്തിലുള്ള ഷാബാനു കേസിന് അടക്കമുള്ളവർക്ക് വിധിച്ചിട്ടുള്ള ജീവനാംശം, അത് കൊടുക്കുന്ന അപകടം എന്താ? 2ഉം വേർതിരിച്ച് മനസ്സിലാക്കണം. ജീവനാംശമാണ് കിട്ടുന്നതെങ്കിൽ ഒരു മാസത്തിൽ 150 ഉറുപ്പിക കിട്ടും. ഒരു മാസം 150, ഏറിക്കഴിഞ്ഞാൽ 300, പിന്നെ ഏറിയാൽ 500. 500-ലധികം ഈ ഭൂമി രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ഒരൊറ്റ കോടതിയും വിവാഹമുക്ത സ്ത്രീക്ക് ഇന്ന് വരെ ജീവനാംശം വിധിച്ചിട്ടില്ല. വലിയ ഹൈ ലെവലുള്ള ആളുകളാണെങ്കിൽ, അത്രയും വലിയ പ്രാരാബ്ധമുണ്ടെങ്കിൽ, അത്രയും വലിയ പണം ഭർത്താവിന്റെ ഭാഗത്തുണ്ടെങ്കിൽ ഓരോ മാസവും തന്റെ ഭാര്യയ്ക്ക് തൊലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന് കൊടുക്കേണ്ടത് 500 ഉറുപ്പികയാണെന്ന് വിരിച്ചിട്ടുണ്ടാവും, അപൂർവം. എന്നാൽ സർവ്വസാധാരണ 150 ഉറുപ്പികയാണ്. ഈ 150 ഉറുപ്പിക ഏത് വരെ കിട്ടും? ഈ പെണ്ണിനെ വേർത്തം കിട്ടുന്നത് വരെ കിട്ടും, അല്ലെങ്കിൽ ഇവൾ മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുന്നത് വരെ. അതിലപ്പുറം പോകില്ല. ഏറിയാൽ എത്രയാ ആ 150 ഒരുമിച്ച് കൂട്ടിയാൽ കിട്ടുന്നത്? അതിങ്ങനെ വാങ്ങി വെക്കുക. എന്നാൽ ജീവനാംശത്തിന്റെ സ്ഥിതി അതാണെങ്കിൽ ബില്ലിനെ തുറന്നുകൊണ്ടായ മത്താഇന്റെ സ്ഥിതി അതല്ല. 10 ലക്ഷം 15 ലക്ഷം വേണമെങ്കിൽ അതിലപ്പുറവും വിധിക്കാം. 10-15 ലക്ഷം വിധിക്കാം. അത് ഒറ്റയടിക്ക് പെണ്ണിന് കൂടെ കിട്ടുക ആണിന്റെ കയ്യിൽ നിന്ന്. അതാവട്ടെ ഇവളെ വേറൊത്തം കെട്ടിയാൽ തിരിച്ചു കൊടുക്കണ്ട. വേറൊത്തം കെട്ടിയാൽ ആ കെട്ടുന്നത് വരെ ചെലവെടുത്തിട്ട് ബാക്കി തിരിച്ചു കൊടുക്കണോ? വേണ്ട. അതല്ല, ഇവൾ മരിച്ചാൽ ഭർത്താവിന്റെ മക്കൾക്ക് തിരിച്ചു കൊടുക്കണ്ട, ഭർത്താവ് മരിച്ചാലും കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട.
ഒരാൾക്കും തിരിച്ചു കൊടുക്കേണ്ട. ആ പൈസ കിട്ടുന്നതോടുകൂടി എല്ലാം കഴിഞ്ഞു. ഇവളെ ഇഷ്ടം പോലെ ആ സ്വത്ത് ചെയ്യാം. വലിയൊരു എമൗണ്ട് ഈ ബില്ല് പ്രകാരം വലിൽ മുത്തല്ലഖാത്തി മത്താഊൻ എന്ന ഖുർആന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ അംഗീകരിച്ച, ശരീഅത്തിനെ പിന്തുണച്ച, രാജ്യത്തെ മുഴുവൻ നിയമാവലി അംഗീകരിക്കുന്ന വിധത്തിൽ മുസ്ലിം സ്ത്രീക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ ജീവനാംശമല്ല, മത്താ ആണ് പെണ്ണിന്റെ പ്രൊട്ടക്ഷൻ. ഈ പൈസ കിട്ടുമ്പോഴേക്കും ചില സംഘപരിവാറിന് ഭ്രാന്തായി. അവർക്കായി മുസ്ലിം സ്ത്രീക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റൂല. ഇതിന്റെ കുശാഗ്ര ബുദ്ധി ഉപയോഗിച്ചത് ജുഡീഷ്യറിയാണ്. പരമോന്നത നീതിപീഠങ്ങളാണ് ഈ വിധത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തുന്നത്. സുപ്രീം കോടതി ജഡ്ജി ഒരു വിധി പുറപ്പെടുവിച്ചു. വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീക്ക് മത്തായ് കിട്ടണമെന്നുണ്ടെങ്കിൽ ത്വലാഖ് മുത്തലാഖായിരിക്കണം. എടങ്ങേറ് പിടിച്ചൊരു വിധി. ഈ മുത്തലാഖിന്റെ വലിയ കാര്യമുണ്ടോ? ത്വലാഖ് ചെല്ലപ്പെട്ടാൽ തന്നെ അവൾക്ക് കിട്ടണം. ഒരു ത്വലാഖ് സംഭവിച്ചാൽ തന്നെ അത് ത്വലാഖായി. പിന്നെ അവിടെ വേറെ വാലില്ല. അവൾക്ക് വേറൊരാൾക്കുള്ള വിവാഹം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഈ ത്വലാഖ് കൊണ്ട് തന്നെ, ഒരു ത്വലാഖ് തന്നെ പൂർണ്ണ ത്വലാഖാണ്. എന്നിട്ട് അവൾക്ക് കൊടുക്കേണ്ട സ്വത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് മുത്തലാഖുള്ളവർക്കേ തരൂന്ന്. അങ്ങനെ ആകുമ്പോൾ കോടതിക്ക് അറിയാം, സംഘപരിവാറിന്റെ പരീക്ഷകൾക്കറിയാം, എല്ലാവരും മുത്തലാഖ് വരും. മുത്തലാഖാകുമ്പോൾ സ്ത്രീക്ക് ബുദ്ധിമുട്ട് പിന്നെ വരും. അത് വരുമ്പോൾ ഇസ്ലാമിക ശരീഅത്തിന്റെ പേരിൽ നമുക്ക് അങ്ങ് ഇറങ്ങാം. ഈ ബുദ്ധി ഉപയോഗിച്ചതിന്റെ പേരിലാണ് സുപ്രീം കോടതിയുടെ വിധിയെ പൊക്കിപ്പിടിച്ച് ആ കുറച്ചു കാലം വരെ കിട്ടിയിരുന്ന മുത്തലാഖ്, ഒന്നാം ത്വലാഖ് ചെല്ലപ്പെട്ട പെണ്ണിന് പോലും കിട്ടിയിരുന്ന മത്താഴ് കൊടുക്കാതെ മുത്തലാഖുള്ള പെണ്ണിനെ കിട്ടൂ എന്ന് കോടതി വിധിച്ചത്. ഞാൻ അതിന് അനുഭവസ്ഥനാണ്. എന്റെ നാടുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിഷയത്തിൽ വേറൊരു ഭർത്താവുമായി കൂടെയുള്ള വിവാഹമോചനത്തിലേക്ക് സംഗതി കലാശിച്ചു. എന്നാൽ വിവാഹമോചനം ചെയ്യപ്പെട്ട പെണ്ണിന് കിട്ടേണ്ട അവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചപ്പോ താമരശ്ശേരിയിലെ റോയി വക്കീൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു, ഫൈസി, ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ 3 ത്വലാഖ് ഒന്നിച്ച് ചൊല്ലിയതായിക്കൊണ്ട് രേഖ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ വക്കീൽ നിങ്ങൾ പറയുന്നത്? 3 ത്വലാഖും ഒന്നിച്ച് ചെല്ലാൻ ഒരു നിലക്കും പറ്റൂല. കാരണം ഞങ്ങൾ പലപ്പോഴും വയല് പറഞ്ഞ് പ്രസംഗിക്കുന്നത്, ഉപദേശിച്ചു കൊടുക്കുന്നതൊക്കെ ത്വലാഖാണെങ്കിൽ നിങ്ങൾ 1 ചെല്ലിയാൽ മതി, 2 ആണെങ്കിൽ ചൊല്ലിക്കോ, 3 ചൊല്ലല്ലേ, അത് ക്രൂരതയാണ്, തെറ്റാണ് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ എന്നെ 3 ത്വലാഖിന് കൂട്ടിക്കണോ? അതുകൊണ്ട് നിങ്ങൾ 1 ത്വലാഖ് ചൊല്ലി കേസ് ഫയൽ ചെയ്യും. വേണമെങ്കിൽ പിന്നെ അവർക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാലോ. അതുകൊണ്ട് നിങ്ങൾ 1 ചെല്ലിയാൽ മതി. അങ്ങനെ മതി കേസ്. അങ്ങനെ അയാൾ ഫയൽ ചെയ്തു. എന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് റോയി വക്കീൽ കേസ് ഫയൽ ചെയ്തു. ഫയൽ കോടതി തിരിച്ചയച്ചു. കോടതി പറഞ്ഞു, ത്വലാഖാണ് എന്നത് രേഖപ്പെടുത്താം, പക്ഷെ മത്തായ് കിട്ടൂല. അപ്പൊ വക്കീൽ ഫയൽ തിരിച്ചു വാങ്ങി. രണ്ടാമത് പെണ്ണിനെ കൊണ്ട് 3 ത്വലാഖ് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി കേസ് ഫയൽ ചെയ്തു. ആരാ ആവശ്യപ്പെടുന്നത്? സ്ത്രീകൾ ആവശ്യപ്പെടുന്നത്. മുത്തലാഖാണെങ്കിൽ മുത്തലാഖ് ആയിക്കോട്ടെ, കാരണം 10 ലക്ഷം കിട്ടുകയാണ്. അതുകൊണ്ട് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ മുത്തലാഖ് വേണമെന്ന കോടതിയുടെ ദുശാഠ്യത്തിന് ഇരകളായി തീരുന്ന മുസ്ലിം സഹോദരിമാർ മുത്തലാഖിന് ആവശ്യപ്പെടുന്നതാണ് കോടതിയിൽ കാണുന്നത്. ആരാണ് ഇതിൽ ഉത്തരവാദി? പെണ്ണുങ്ങളല്ല, തെല്ലുന്ന ഭർത്താവല്ല, അതോടൊപ്പം തന്നെ ബില്ലല്ല, ശരീഅത്തല്ല, മറിച്ച് കോടതിയാണ്. കോടതിയുടെ മെന്റാലിറ്റി. അതുകൊണ്ട് ഇല്ലാത്ത ഊരാ കൊടുക്ക് മുത്തലാഖിന്റെ പേരിൽ ഉണ്ടാക്കി വെക്കുന്ന കോടതി നിലപാട് മാറണം. നബിനതങ്ങ് നിരോധിച്ചാൽ പോരെ? നബിനെ കോടതി അത് പറയൂലല്ലോ. പറയാൻ എളുപ്പമാണ്, നിരോധിക്കാൻ പറ്റൂല. കാരണം എന്തുകൊണ്ടെന്നാൽ ചില പെങ്കട്ടി വീരന്മാരെ പാഠം പഠിപ്പിക്കാൻ മുത്തലാഖ് അവിടെ ആവശ്യമാണ്. ഏതുപോലെ ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ പല ആളുകളും പറഞ്ഞു, ഇന്ത്യ രാജ്യത്തെ വലിയ ഫെമിനിസ്റ്റുകൾ അടക്കം പരിഷ്കരണവാദികൾ, പുരോഗമനവാദികൾ, ബുദ്ധിജീവികൾ, സുഗതകുമാരി ടീച്ചർമാര് പറഞ്ഞു വധശിക്ഷ ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റണം. വധശിക്ഷ ഭരണഘടനയിൽ നിന്നുകൊണ്ട് എടുത്തു മാറ്റണം. എന്താ കാരണം? വധശിക്ഷ ക്രൂരതയാണ്, അപരിഷ്കൃതമാണ്, കാടത്തമാണ്, പണ്ടുണ്ടായ നിയമമാണ്, അതിനി വേണ്ട. അതുകൊണ്ട് കുറ്റവാളിയെ ശിക്ഷിക്കാവുന്ന വധശിക്ഷ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കവേ തന്നെയാണ് സൗമ്യ കൊല്ലപ്പെട്ടത്. സൗമ്യ ട്രെയിനിൽ കൊണ്ട് ഗോവിന്ദചാമി തള്ളിയിട്ടുകൊണ്ട് അവൾ മരിച്ചു. ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നു. ഏതോ ആവട്ടെ, ഗോവിന്ദചാമിയാണ് പ്രതി. ആ പ്രതിയെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുറവിളി കൂട്ടി. അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ ഹൈക്കോടതി പറഞ്ഞു ഗോവിന്ദചാമിയെ തൂക്കിക്കൊല്ലണം, വധശിക്ഷ വിധിച്ചു. സർവ്വവ്യാപകമായി ആ ശിക്ഷാവിധിയെ സ്വാഗതം ചെയ്തു. ആരാ സ്വാഗതം ചെയ്യുന്നത്? വധശിക്ഷ എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ ഞാനും നിങ്ങളൊക്കെ തന്നെ. വധശിക്ഷ വേണ്ട, അത് കാടത്തമാണ് എന്ന് പറഞ്ഞ് നടന്ന നമ്മളും നമ്മുടെ നാട്ടുകാരായ പെണ്ണുങ്ങളും ഒക്കെ പറഞ്ഞു വധശിക്ഷ വിധിച്ച് നന്നായി.
ആരാത് ആദ്യം സ്വാഗതം ചെയ്യുന്ന? സൗമ്യന്റെ അമ്മ. നീതി കിട്ടി, സത്യം പുലർന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കാടത്തമെന്ന് നമ്മൾ പറഞ്ഞ് എടുത്തുമാറ്റണമെന്ന് പറഞ്ഞ അതേ വിധി ഗോവിന്ദച്ചാമിയെ പോലുള്ള ചില കൊലയാളികളായ ആളുകളെ ശിക്ഷിക്കാൻ അത് വേണമെന്നല്ലേ നമ്മൾ പറഞ്ഞത്? അതുണ്ടായത് നന്നായി എന്നല്ലേ നമ്മൾ പറഞ്ഞത്? ആ ഗോവിന്ദച്ചാമിയെ ശിക്ഷിക്കാൻ ഭരണഘടനയിൽ അതില്ലായിരുന്നുവെങ്കിൽ പിന്നെ എവിടെന്നാ നമ്മൾ എടുത്തെടുക്കുക? പിന്നെ ഏതെടുത്താ വിരിക്കുക? വധശിക്ഷ നടക്കൂല. പിന്നെ നമ്മൾ കണ്ടല്ലോ, ഹൈക്കോടതി വിധിയെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയപ്പോൾ സുപ്രീം കോടതി വിധിച്ചു വധശിക്ഷ വേണ്ട, ജീവപര്യന്തം മതിയും. എന്താ കാരണം? ഗോവിന്ദച്ചാമി നേരെ കൊന്നതിന് തെളിവില്ല, അതുകൊണ്ട് ഗോവിന്ദച്ചാമിക്ക് ജീവപര്യന്തം മതിയും. അത് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്ത്രീകൾ എന്താ പറഞ്ഞത്? നമ്മുടെ സഹോദരിമാർ തിരുവനന്തപുരത്ത് പ്ലാക്കാർഡിന് പ്രകടനം നടത്തി എന്താ പറഞ്ഞത്? കത്തിച്ചല്ലോ സുപ്രീം കോടതി ജഡ്ജിയുടെ കോലം, സുപ്രീം കോടതിക്കെതിരെ ഗോബാക്ക് വിളിച്ചല്ലോ, സുപ്രീം കോടതിക്ക് നേരെ കരിയോയിൽ പ്രയോഗം അതിന്റെ പ്രതീകാത്മകമായി കൊണ്ട് നടത്തിയല്ലോ. എന്താ കാരണം? സുപ്രീം കോടതി വധശിക്ഷ വിധിച്ചില്ല, ഹൈക്കോടതി വിധിച്ച വിധിയെ ദുർബലപ്പെടുത്തി, ശരിയായില്ല. മുൻ സുപ്രീം കോടതി ജഡ്ജിയായ കെജുഡു എന്നല്ലേ, കെടുജുന്നോ എന്തൊരു പേരാ, അദ്ദേഹം പറഞ്ഞു, സുപ്രീം കോടതി ജഡ്ജിയാ, അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതിക്ക് തെറ്റുപറ്റി. സുപ്രീം കോടതിക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ അവിടെയുള്ള കേരള കേസ് വാദിച്ച കേരള സർക്കാരിന്റെ അഭിഭാഷകന്റെ പെർഫോമൻസ് ശരിയായില്ല, അയാൾ തെളിവ് വേണ്ട വിധം കൊടുത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഏതോ ആകട്ടെ, സുപ്രീം കോടതി മുൻ ജഡ്ജി പറയുന്നു വധശിക്ഷ വേണമെന്ന്, നമ്മൾ പറയും വധശിക്ഷ വേണമെന്ന്. ഏത് വേണ്ടാന്ന് പറഞ്ഞ സാധനം? അപ്പൊ ചില അപൂർവമായ ചില സംഗതികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വധശിക്ഷ ഭരണഘടനയിൽ വേണമെന്നാണ് നമ്മുടെ ന്യായമെങ്കിൽ, അപൂർവമായ ചില സംഗതികൾക്ക് മുത്തലാഖ് ഉപയോഗിക്കേണ്ടി വരും എന്നതുകൊണ്ട് ഭരണഘടനയിൽ മുത്തലാഖ് വേണം. പക്ഷേ ഒന്നാം തൊലാഖിന് മുത്തലാഖ് ഉപയോഗിക്കാൻ വേണ്ടി കോടതി എല്ലാവർക്കും അത് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. എല്ലാ കൊലയാളിയെയും വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ശരിയല്ലാത്ത പോലെ എല്ലാ കൊലയാളികളും ഈ വിധി അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കോടതി ഉപയോഗിക്കണോ? ഇതേതുപോലെന്നറിയോ? നമ്മളെ കോടതി മുത്തലാഖ് എല്ലാ പെണ്ണിനും അടിച്ചേൽപ്പിക്കുന്നത് ഏതുപോലെയാ? എല്ലാ കൊലയാളിക്കും വധശിക്ഷ വിധിക്കുക. എന്താ ഭരണഘടനയിൽ വധശിക്ഷല്ലേ? എന്താ എനിക്ക് വിധിച്ചാൽ അത് വിധിക്കാൻ പാടില്ല. അത് അത്യപൂർവം ചില കേസുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി അറ്റ കൈക്ക് ഉപയോഗിക്കേണ്ട മരുന്ന, ആ മരുന്ന് അവിടെ കിടക്കട്ടെ. അതുപോലെ തന്നെ അത്യപൂർവമായ ചില സംഗതികൾക്ക് മുത്തലാഖ് ആവശ്യമായി വരും, അതുകൊണ്ട് മരുന്ന് അവിടെ കിടക്കട്ടെ. എല്ലാത്തിനും ആ മരുന്ന് ഉപയോഗിക്കരുത്. ഉപയോഗിക്കുന്നതാരാ? കോടതിയാ. മാറേണ്ടതാരാ? കോടതിയാ, ശരിയത്തല്ല. അതുകൊണ്ട് ഈ മാതിരി വിവാദമൊക്കെ വെറുതെ കോടതികൾ ഉണ്ടാക്കുന്നു. ഞാൻ പറയുന്നു, കോടതിയെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, സർവോന്നതമായ ബഹുമാനപ്പെട്ട കോടതിയാണ്. പക്ഷേ ഈ വിധത്തിൽ വിധി പുറപ്പെടുവിച്ചാൽ കോടതിയും വിമർശിക്കപ്പെടും. അതുകൊണ്ട് ഇവിടെ മാറേണ്ടത് കോടതിയാണ്. രണ്ടാമതൊരു കാര്യം പറയുന്നത്, ഇവിടെ ചില ആളുകൾ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് വിളിച്ചു ചേർത്ത യോഗത്തിൽ മുസ്ലിം സംഘടനകളെല്ലാം എല്ലാവരും ഒന്നിച്ചിരുന്നു. ഒരു വിദ്വാന്മാർ മാറിയിരുന്നു, അവർ പിന്നെ പണ്ടേ അങ്ങനെയാണ്. എല്ലാവരും കൂടി ഒരു കാര്യം പറയുന്ന വലിയ വിലങ്ങത്തിലാണ്. അല്ല, ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിൽ പങ്കെടുത്തൂടാ, ശരീഅത്ത് ഐക്യത്തിൽ പങ്കെടുത്തൂടാ, വേറെ എവിടെ പറ്റും? വേറെ എന്തിലും പറ്റും. വേറെ എവിടെയും ഒന്നിച്ചിരിക്കാം. ഹജ്ജ് കമ്മിറ്റി സ്ഥാനം വേണം, വഖഫ് ബോർഡ് സ്ഥാനം വേണം, അതിലൊക്കെ മുജാഹിദ് ജമാഅത്തിന്റെ കൂടെ പറ്റും. പക്ഷെ അള്ളാന്റെ ദീൻ വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിന് ഇവർ കിട്ടൂല. ഇരിക്കട്ടെ, നമ്മൾ അവരെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. വെറുതെ ഈ അജകള സ്ഥാനം എന്ന് പറയാറുണ്ട്. ആടിന്റെ കഴുത്തിലെ മുല പോലെ പാലുണ്ടാവില്ല. അതുകൊണ്ട് ഇവരെ പറ്റി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് അവരവരെ വൈക്ക് വിടുക. പക്ഷെ ഇവിടെ ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് വിളിച്ചു ചേർത്ത യോഗത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളും പറഞ്ഞു, സംഗതി ഞങ്ങൾക്ക് മുത്തലാഖിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷെ നിരോധിക്കാൻ പാടില്ല, എടുത്തു കളയാൻ പറ്റൂല, ഭേദഗതി പെടുത്താൻ പറ്റൂല. നല്ല ന്യായാണ്. എന്താ കാരണം എന്നറിയോ? ഇപ്പൊ മുത്തലാഖ് നിരോധിച്ചാൽ നാളെ ഇവർ പറയുന്നത് ബഹുഭാര്യത്വം നിരോധിക്കണം എന്നാണ്. പിന്നെ അവർ പറയും വിവാഹമോചനം നിരോധിക്കണമെന്ന്. പിന്നെ അവർ പറയും സ്വത്തവകാശം നിരോധിക്കണമെന്ന്. ഏത് സ്വത്തവകാശം? ആണിനും പെണ്ണിനും വ്യത്യസ്ത രൂപത്തിലാണ് ഇസ്ലാമിലെ സ്വത്തവകാശം. ആണിന്റെ പകുതിയാണ് പെണ്ണിന്. അതുകൊണ്ട് അത് മാറ്റിയിട്ട് ആണിനും പെണ്ണിനും തുല്യമാവണം എന്ന് പറയും. ഈ മുത്തലാഖിനേക്കാൾ പെണ്ണുങ്ങളിടയിൽ എഫക്റ്റ് ആകുന്ന പരിപാടിയാണത്. മുത്തലാഖ് നിരോധിക്കണമെന്ന് വാദിച്ചാൽ പെണ്ണുങ്ങൾ അനുകൂലമായിക്കൊണ്ട് വോട്ട് ചെയ്യും. അതിനേക്കാൾ എളുപ്പം ചെലവാകുന്ന ഒരു പരിപാടിയാണ് ആണിനും പെണ്ണിനും സ്വത്ത് തുല്യാക്കണം. പെണ്ണുങ്ങളെല്ലാം വോട്ട് ചെയ്യും. അപ്പൊ എളുപ്പത്തിൽ അതും നിരോധിക്കാൻ കഴിയും. ഇത് അശാസ്ത്രീയമാണ്. ഇസ്ലാം ആണിന് പെണ്ണിനും കൊടുക്കുന്നത് ആണിന്റെ പകുതിയാണ് പെണ്ണിന് എന്ന് പറയുന്നത് പെണ്ണിനോടുള്ള വിവേചനമല്ല. ചെലവാക്കേണ്ടത് ആണ് മാത്രം മതി എന്ന് ഇസ്ലാം അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്.
ഒരു പെണ്ണ്, ഒരു ഭാര്യക്ക്, ഒരു ചങ്ങാതിക്ക് ഒരു ഭാര്യയുണ്ട്, തനിക്ക് മക്കളുമുണ്ട്. എന്നാൽ ഇവന്റെ ചെലവ്, ഇവന്റെ ഭാര്യന്റെ ചെലവ്, ഇവന്റെ മക്കളെ ചെലവ്, ഇവന്റെ പാർട്ടിയം, വസ്ത്രം, വീട്, എല്ലാ ഏർപ്പാടും ആര് വഹിച്ചോളണം? ഭർത്താവ്. ഭർത്താവ് പാവപ്പെട്ടവനാണ്, ഭാര്യ പണക്കാരിയാണ്. എന്നാൽ പണക്കാരിയായ പെണ്ണിന്റെ ഒരു പൈസ പോലും എടുക്കണ്ട. അവളൊക്കെ ഭക്ഷണത്തിന് പോലും അവൾ എടുക്കണ്ട. അവളുടെ ഭക്ഷണത്തിന് ഈ പാവത്തിന്റെ പൈസ വേണം. ഇത് ഇസ്ലാം പറഞ്ഞതാ. ആണുങ്ങൾ ചെലവഴിക്കണം. അപ്പൊ ഒരു പെണ്ണിന്റെ കയ്യിൽ 1 കോടി ഉറുപ്പിയുണ്ട്. ഇയാളെ കയ്യിലാണെങ്കിൽ പറ്റ പാവാണ്, വളരെ ബുദ്ധിമുട്ടാണ്. കണ്ടറിഞ്ഞൊരു പെണ്ണിന് കൊടുക്കുന്ന കൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ്, അള്ളാന്റെ അടുത്ത് കൂലിയും കിട്ടും, അത് വേറെ വിഷയം. പക്ഷെ പെണ്ണ് പറയുന്നു, എന്റെ 1 കോടി ഞാൻ തൊടൂല, നിങ്ങൾ എന്നെ കെട്ടി, എനിക്ക് ചെലവും തരേണ്ട കടമ നിങ്ങൾക്കാണ്. എന്റെ ചെലവ് നിങ്ങളെ വഹിക്ക്, ആ മക്കളെ ചെലവ് നിങ്ങളെ വഹിക്ക്, നമ്മളെ പാർപ്പിടങ്ങൾ ഉണ്ടാക്ക്, നിങ്ങളെ ചെലവ് നിങ്ങൾ എന്നെ വഹിക്ക്. എന്റെ അടുത്ത് കാശില്ലടി, നിന്റെ അടുത്ത് കുറെ കാശില്ലേ? ഇസ്ലാം പറയുന്നത് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക്, ഈ പൈസ എനിക്കുള്ളതാ. അതുകൊണ്ട് പെണ്ണിനോട് 1 നയാ പൈസ പോലും ചെലവഴിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാ സ്വത്തിന്റെ പകുതി കൊടുക്കേണ്ട കാര്യം? വെറുതെ കൊടുക്കുകയാണ്, വെറുതെ. അപ്പൊ ചെലവൊക്കെ ആണ് വഹിക്കണമെന്ന് പറഞ്ഞിട്ട് പകുതി സ്വത്ത് പെണ്ണിന് ഇസ്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം പെൺപക്ഷവാദ സംഘടനയാണ്. ഇതുപോലെ പറഞ്ഞ മതം ലോകത്ത് വേറുണ്ടോ? ഈക്വൽ ആക്കേണ്ട കാര്യം എന്താ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാദം ശരിയാണ് നിൽക്കുക. എന്ത്? പെണ്ണിനും ആണിനും തുല്യ സ്വത്ത്. അങ്ങനാണെങ്കിൽ എങ്ങനെ പറയണം? ചെലവ് വഹിക്കേണ്ടത് തുല്യമായി, മക്കളെ പോറ്റേണ്ടത് തുല്യമായി, വസ്ത്രം വാങ്ങേണ്ടത് തുല്യമായി പറയണ്ടേ? അതില്ലല്ലോ, അതില്ല. എല്ലാ ചെലവും വഹിക്കേണ്ടത് ആണാണ്. എന്നാൽ പിതാവിന്റെ സ്വത്തിൽ കൊണ്ട് ആണിന് കിട്ടേണ്ട പകുതി പെണ്ണിന് കിട്ടുന്നത് അത് പെണ്ണ് വെറുതെ വെക്കാം, അവളെ ഇഷ്ടം പോലെ ചെയ്യാം. അതൊന്നും മൊത്തം സദഖയിന ചെയ്യാം, അതല്ല മൊത്തം അവൾക്ക് ഒന്നിച്ച് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, അല്ല ഭർത്താവിന് മൊത്തം ഒന്നിച്ച് കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അവൾക്ക് നിർബന്ധമുള്ള കാര്യമല്ല കൊടുക്കുക എന്നത്. അപ്പൊ അതുകൊണ്ട് ചെലവ് വിലയിരുത്താതെ വരവിൽ കെട്ടിത്തൂങ്ങിയ വാദികളാണ് ഈ സമത്വവാദികൾ. പിന്നെ ബഹുഭാര്യത്വം നിരോധിക്കാൻ പറയും. ഇപ്പൊ മുത്തലാഖ് നിരോധിക്കാൻ നമ്മൾ സമ്മതം കൊടുത്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫെമിനിസ്റ്റുകളുടെ വാദം കേട്ട് ലോ കമ്മീഷന്റെ സർവേ ഒക്കെ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് മുത്തലാഖ് നിരോധിച്ചാൽ നാളെ ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാദം മുന്നോട്ട് കൊണ്ടുവരും. അതിന് പെണ്ണുങ്ങളെ പിന്തുണ കിട്ടും. പിന്നെ അവർ പറയും ത്വലാഖ് നിരോധിക്കണമെന്ന്. ത്വലാഖ് നിരോധിക്കണമെന്ന് പറയുമ്പോഴും പെണ്ണുങ്ങൾ കച്ചവടം ചെലവിട്ടും. എന്തിന് തലാഖിന് നിരോധിക്കേണ്ട കാര്യം? തലാഖ് ചില ഘട്ടത്തിൽ ചെല്ലാമെന്നതാണ്. അങ്ങേ അറ്റമെത്തുന്ന സമയത്ത് ത്വലാഖ് ചെല്ലാം. ഇസ്ലാമിൽ വളരെ അപൂർവമാണത്. എന്നാൽ വിവാഹമോചനം പോലെ തന്നെ പിന്നെ അവർ നിരോധിക്കാൻ വരുന്ന കാര്യമാണ് ബഹുഭാര്യത്വം. 2 പെണ്ണ് കെട്ടാൻ പാടില്ല എന്നത് ഏത് നിയമമാണ്? ഇസ്ലാം 2 പെണ്ണ് കെട്ടാൻ പറഞ്ഞിട്ടുണ്ടോ? പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? മസ്ന വസുലാസ വറുബഅ ഫൻകിഹു മാ ത്വബ ലക്കും മിനൻ നിസാഇ മസ്ന വസുലാസ വറുബഅ. 2 കെട്ടിക്കോ, 3 കെട്ടിക്കോ, 4 കെട്ടിക്കോ. അതിനർത്ഥം എന്താ? 2 കെട്ട്, 3 കെട്ട്, 4 കെട്ട് അല്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ, ഇനി ഫറൂഖിലായാലും ഇനി എയർപോർട്ടിൽ, മുമ്പൊക്കെ എയർപോർട്ടിൽ ബക്കറ്റിൽ മണൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് അതിന്റെ മേലെ ഒരു ബോർഡ് വെക്കും. ആ ബോർഡിൽ എന്താ എഴുതിയത്? ഇവിടെ തുപ്പുക എന്ന്. അങ്ങനെ കാണാറുണ്ട്. ഇവിടെ തുപ്പരുതെന്നുള്ള ബോർഡ് വേറുണ്ട്. പല സ്ഥലങ്ങളിൽ കാണാറുണ്ട് ഇവിടെ തുപ്പുക. അതിനർത്ഥം എന്താ? നീ എയർപോർട്ടിലേക്ക് ചെന്നാൽ ഇവിടെ തുപ്പാതെ മുന്നോട്ട് പോയാൽ നിന്റെ എമിഗ്രേഷൻ ക്ലിയർ ആവൂലെന്നാ? നിന്റെ ബോഡി പാസ് കിട്ടൂലെന്നാ? അല്ല, നിനക്ക് തുപ്പാൻ തോന്നിയാൽ അവിടെ ഇവിടെയും തുപ്പി വെറുതെ വൃത്തികേടാക്കരുത്, ഈ ബക്കറ്റിൽ വന്ന് തുപ്പണേ എന്നതിന്റെ വിശദീകരണം. ഈ ബോർഡിന്റെ അടിസ്ഥാനത്ത് തുപ്പാൻ പോവലല്ല. തുപ്പേണ്ടി വന്നാൽ അവിടെ തുപ്പാകൂ. നീ 1-ലധികം പെണ്ണ് കെട്ടേണ്ടി വന്നാൽ 4 കെട്ടാവേ, അതുവരെ പറ്റും, അതിലപ്പുറം പറ്റൂല എന്നാണ് ആ ബോർഡിന്റെ സിഗ്നൽ. അത് മനസ്സിലാക്കാത്തവൻ കിടന്നിങ്ങനെ ഉരുളുകയാണ്. അനിയന്ത്രിതമായ അസംഖ്യമായ വിധത്തിൽ പെണ്ണിനെ കെട്ടിച്ചൊല്ലി നാട്ടാചാര മര്യാദ പ്രകാരം ചെയ്തിരുന്ന വൃത്തികെട്ട സംസ്കാരത്തിൽ നിന്ന് പുരുഷവർഗത്തെ പിടിച്ചു കെട്ടിക്കൊണ്ട് ഇസ്ലാം പറയുന്നതാണ് 4 കെട്ട്, അതിലപ്പുറം പറ്റൂല എന്നത്. ഇതിനെ മനസ്സിലാക്കാത്തവരാ ഒച്ചപ്പാടിനാക്കുന്നത്. ഈ 4 കണ്ണ് കെട്ടാൻ തന്നെ ഒരു പെണ്ണുമായി ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ലെങ്കിലാണ് 2ാമത് കെട്ടാൻ പറഞ്ഞത്. അവളുമായി ബന്ധപ്പെടാൻ പാടില്ലെങ്കിൽ എന്താ ഇവിടെ സാംസ്കാരിക ലോകത്തിലെ ചില ബുദ്ധിജീവികളുടെ വാദം? ഒരു പെണ്ണെ കെട്ടാവൂ, 2ാമത് വേണമെങ്കിൽ വേറെ പെണ്ണ് സ്റ്റെപ്പിന് ആയിക്കോട്ടെ, ഫോൺ അറ്റൻഡർ ആവാം, കോൾ ഗേളാവാം, കാമുകിയാവാം, ഒക്കെ ആവാം. പക്ഷെ 2 പെണ്ണ് കെട്ടിയ തണ്ട് തപ്പിന്റെ ഏർപ്പാട്. എടോ അങ്ങനല്ല. EMS നമ്പൂതിരിപ്പാട് ഒരിക്കൽ ദേശാഭിമാനി ചിന്താവാരികയിൽ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് പറഞ്ഞു, 1-ലധികം പെണ്ണാകാവോ? ചോദ്യകർത്താവിന്റെ ചോദ്യം അതാ. EMSന്റെ മറുപടി എന്താന്ന്? പറ്റാതെ ഒരു പെണ്ണ് കെട്ടുക,
അവളെ ഉപയോഗിക്കുക, അവളെ മടുത്തൊന്ന് കണ്ടാൽ വേറൊരുത്തർ കെട്ടുക, അവളെയും ഒഴിവാക്കുക, അവളും കഴിഞ്ഞാൽ പിന്നെ വേറൊത്തളാക്കുക. ഇഷ്ടം പോലെ ഒരു പുരുഷന് തന്റെ സ്ത്രീകളുമായി കൊണ്ട് ശാരീരിക ബന്ധം പുലർത്താനുള്ള സ്വാതന്ത്ര്യം, അതിനാണ് ആധുനിക സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെട്ടു വന്നത് എന്ന് ഷാബാനു കേസിന്റെ വിധിന്റെ മുമ്പ് ചിന്താവാരികൾ എഴുതിയ ആളാണ് EMS. ഞാൻ EMSന് എതിരല്ല, ഇക്കാര്യത്തിനെതിരാണ്. ഈ വിധം അസംഘടിതമായ വിധത്തിൽ കെട്ടിച്ചൊല്ലി നടക്കുന്ന ഏർപ്പാടുകളെ അനുവദിച്ചവരായിവർ. ഇസ്ലാമിൽ അങ്ങനെ കണ്ടമാനം കെട്ടാനൊന്നും പെർമിറ്റ് കൊടുത്തിട്ടില്ല, ആവശ്യമാകുന്ന ഘട്ടത്തിലാവാമെന്ന് മാത്രം. എന്നാലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ ഉസ്താദ്മാരൊക്കെ വാല് പറയുന്നത് ഒരു പെണ്ണെ പറ്റൂന്നാണ്. ഒരു പെണ്ണ് കെട്ടിയാൽ അതിൻ്റെ ഒരു സുഖം വേറെയാണ്. 2 പെണ്ണ് കെട്ടിയാൽ തുടങ്ങും തലവേദന. ഒന്ന് കെട്ടിയ ആൾക്കാരോട് ചോദിച്ചറിയാം, ഇവിടെ ആരോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കേണ്ട, പിന്നെ ചോദിച്ചറിയാം എങ്ങനെ ഉണ്ട്. സംഗതിയൊക്കെ ഉഷാറാ, പക്ഷെ തുടങ്ങും മോനെ തലവേദന അന്ന് മുതൽ. ഒരാൾ 2 പെണ്ണ് കെട്ടിയിട്ട് ഒരു മാളിക വീട്ടിൽ താമസിച്ചു, 2 വീട് ഇയാൾക്കില്ല, ഒന്ന് താഴെയും മറ്റൊരു മേലെയാ. ഇയാൾക്ക് സ്വിഫ്റ്റാ, ഒരു ദിവസം ഇവിടെ പിറ്റേ ദിവസം മേലെ. അങ്ങനെ ഇയാളിങ്ങനെ സ്വിഫ്റ്റായി കയറി ഇറങ്ങുന്ന പരിപാടിയാണ്. ഒരു ദിവസം താഴെ താമസിക്കേണ്ട ദിവസം വന്നു. മുകളിൽ താമസിക്കേണ്ട പെണ്ണിനറിയാം ഇന്ന് എൻ്റെ അടുത്ത് ആവില്ല, അതുകൊണ്ട് അവള് വേഗം ഉള്ളതും തിന്ന് കതകും അടിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. താഴെ കിടക്കേണ്ട ദിവസം വന്നപ്പോ താഴത്തെ പെണ്ണ് മനസ്സിലാക്കി ഇന്ന് കെട്ടിയോൻ എൻ്റെ അടുത്ത് വരും, നല്ല ഭക്ഷണം ഉണ്ടാക്കട്ടെ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് റെഡിയാക്കി വെച്ച് ലൈറ്റ് ഓൺ ചെയ്ത് കാത്തിരിക്കുന്ന സമയത്ത് കതകു തുറന്നു വെച്ച വാട കുറെ കഴിഞ്ഞപ്പോ ഈ പെണ്ണ് ആ ഇരിപ്പിലങ്ങ് ഉറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞ സമയത്ത് അങ്ങനെ വരുന്നുണ്ട് കള്ളൻ, പ്രിയപ്പെടല്ല കള്ളൻ വന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് ഇതാ, ഒരു പെണ്ണ് ഇവിടുന്ന് ഉറങ്ങാണ്. ഇവിടെ നിന്ന് കട്ടാൽ ഇവൾ അറിയും, അതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് മുകളിലേക്ക് കയറാൻ മനസ്സിലാക്കിയിട്ട് കള്ളൻ ലൈറ്റ് ഓഫ് ചെയ്തു. മുകളിലേക്ക് കയറുമ്പോ 4-5 പടി പഴയ കോണി ഇളകിക്കിടക്കുക, ആണ് ഇളകിക്കിടക്കുന്നു, ടട്ടക്കട ശബ്ദം. ഈ ശബ്ദം കേട്ട് പെണ്ണ് ഉണർന്നു. അപ്പൊ അവൾക്ക് മനസ്സിലായി എന്റെ പുതിയാപ്പിളപ്പ വന്നപ്പോ ഞാൻ ഉറങ്ങാന്ന് കണ്ടപ്പോ മറ്റേ 2-ാം പറ അതിൻ്റെ അടുത്തേക്ക് ഒന്നും പോവല്ലേ, എന്റെ ദിവസം മടക്കണ്ടേ. കള്ളന്റെ കാല് പിടിച്ചിട്ട് ഈ പെണ്ണ് താഴോട്ട് വലിച്ചിങ്ങൾ ഇങ്ങോട്ട് വന്നാന്ന്. ഈ ബഹളം കേട്ട് മുകളിലുള്ള പെണ്ണ് ഉണർന്ന് ഇങ്ങോട്ട് വന്നാന്നുള്ള വാക്കാണ്, ലൈറ്റില്ലല്ലോ, വെളിച്ചല്ല. മോളിലുള്ള പെണ്ണ് മനസ്സിലാക്കി എന്റെ കെട്ടിയോൻ എന്നോട് കുറച്ച് സ്നേഹം കൂടുതൽ ഉണ്ടായിട്ട് 2-ാമത്തെ രാത്രി നമ്മളടുത്തേക്ക് തന്നെ വരികയും അതിന് ഇവള് സമ്മതിക്കുന്നില്ലല്ലേ. അങ്ങനെ പറ്റൂലടി. തല പിടിച്ചിട്ട് കള്ളന്റെ തല പിടിച്ചിട്ട് ഇവള് മേലോട്ട് വിളിച്ചു ഇങ്ങോട്ട് വന്നാന്ന്. ഒരു കള്ളൻ 2 പെണ്ണിന്റെ ഇടയിൽ കിടന്ന് കുടുങ്ങി. അവസാനം കള്ളൻ പറഞ്ഞു ഞങ്ങളെ കെട്ടിയോനല്ല, കള്ളൻ അന്നങ്ങ് വിട്ടേക്ക്. കള്ളനാണ് ബോധ്യപ്പെട്ടവർ 2 പെണ്ണ് നിലവിളിച്ചോടി. കള്ളൻ തന്റെ വീട്ടിൽ പോയി ഭാര്യയോട് തൈലിട്ട് ഉയിപ്പിക്കുന്ന സമയത്ത് പറയാ ഇനി 2 പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ കക്കാൻ പോയില്ല. 2 പെണ്ണ് കെട്ടിയാൽ അന്ന് മുതൽ തുടങ്ങും തലവേദന. ഇസ്ലാം ഒരിക്കലും 2 പെണ്ണ് കെട്ടുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ആവശ്യമെങ്കിൽ 2 പെണ്ണ് കെട്ടുക എന്നല്ലാതെ നീ വേശ്യാലയത്തിൽ പോകല്ല, നീ സ്റ്റെനോഗ്രാഫറുടെ പിന്നാലെ പോകല്ല, നീ ഫോൺ അറ്റൻഡറെ പിന്നാലെ നടക്കല്ല. നീ നിന്റെ ഭാര്യയായി മാന്യമായി കല്യാണം കഴിക്ക്. 2 പെണ്ണിനും ഒരുപോലെ നോക്കി. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അല്ല 2 പെണ്ണ് കെട്ടാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാർ ഒന്നിലധികം ഭർത്താക്കന്മാരാവട്ടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം നാമധാരിയായ കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജി കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് കോഴിക്കോട് വന്ന് ഈ നിസ എന്ന് പറഞ്ഞ സ്ത്രീകളുടെ സംഘടനയിൽ പ്രസംഗിച്ചത് എന്താ അറിയോ? ഇസ്ലാം ബഹുഭാര്യത്വമേ പറയുന്നുള്ളൂ, ബഹുഭർത്തൃത്വവും കൂടി പറഞ്ഞാലേ പെണ്ണിന് നീതി കിട്ടൂ. ബഹുഭർത്തൃത്വം കൂടി പറയണം. ബഹുഭർത്തൃത്വം, ഒരു പെണ്ണിന് ഒന്നിലധികം ആണ്. എന്നിട്ട് ചോദിക്കണം പെറ്റ മക്കള് എന്റെ വാപ്പ ആരാന്ന്. ആരെ കാണിച്ചു കൊടുക്കും? ഈ പെണ്ണ് ആരെ കാണിച്ചു കൊടുക്കും? പഞ്ചപാണ്ഡവന്മാർ തമ്മിൽ യുദ്ധം ഉണ്ടായതറിയാലോ. പഞ്ചപാണ്ഡവന്മാർ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള കുന്തി ദേവിയുടെ 5 മക്കളാണ്. മഹാഭാരതത്തിലെ കഥയാണ്. കൗരവര് അർജുനന്, ഭീമന്, സഹദേവന് തുടങ്ങിയ 5 മക്കളാണ്. 5 മക്കളോടും കുന്തിദേവി പറഞ്ഞു മക്കളെ നിങ്ങൾ എന്ത് കിട്ടിയാലും വീതിച്ചെടുത്തോളം, പരസ്പരം തല്ലുവിടരുത്. അങ്ങനെ ഇവർ കാട്ടുപോകുന്ന സമയത്ത് സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടി. അതിനെ എടുത്തു കൊണ്ടുവരുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞു അമ്മയെ ഒരു സമ്മാനം കിട്ടിയത് വീതിച്ച മക്കളെ എന്നും പറഞ്ഞു കുന്തിദേവി. അങ്ങനെ വീതിക്കാൻ തുടങ്ങിയതാ. ഓരോ ദിവസം ഓരോരുത്തർ. ഒരു ദിവസം അർജുനനാണെങ്കിൽ വേറെ ദിവസം ഭീമൻ, പിന്നെ സഹദേവൻ. അങ്ങനെ അർജുനൻ വരേണ്ട ദിവസം കട്ടിട്ട് ഭീമൻ വന്നു നേരത്തെ. അപ്പൊ അർജുനനെ വെറുതെ വിടുവോ ഭീമനാന്ന് വിചാരിച്ചിട്ട്? അങ്ങനെ അർജുനനും ഭീമനും തമ്മിൽ വലിയ ദ്വന്ദ്വ യുദ്ധം നടന്നു ഒരു പെണ്ണിന്റെ പേരിൽ. ഈ ഉരാക്കുടുക്കും ഇടങ്ങേറുവാണ് ബഹുഭർത്തൃത്വം.
ദേവന്മാർക്ക് പോലും മുനിമഹർഷിമാർക്ക് പോലും സംരക്ഷിക്കാൻ പറ്റാത്ത നിലപാടുള്ള ഈ ലോക ചരിത്രത്തിൽ എന്താണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഹൈക്കോടതി ജഡ്ജി പറയുന്നത്? ബഹുഭർത്തൃത്വം വേണമെന്ന്. അതുകൊണ്ട് ബഹുഭർത്തൃത്വം അശാസ്ത്രീയം, അപക്വത. എങ്കിൽ ബഹുഭാര്യത്വം ആകാം. ബഹുഭാര്യത്വത്തിനെ എതിർക്കുന്ന ആളുകൾ എന്തിന്റെ പേരിലാണ് എതിർക്കുന്നത്? ഇവർക്കൊക്കെ ഇതാവാമെന്ന് പറയുമ്പോൾ ഇസ്ലാമിന് മാത്രം അത് പറ്റൂലെന്ന്. ഇസ്ലാം വളരെ നിഷ്കർഷിച്ച, വളരെ കൃത്യത കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബഹുഭാര്യത്വവും ത്വലാഖും മറ്റുള്ള എല്ലാ കാര്യങ്ങളും. അതൊന്നും മനസ്സിലാക്കാത്ത രൂപത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ വാദത്തെ ഖണ്ഡിക്കാൻ നമുക്ക് സാധിക്കണം. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ശരീഅത്ത് ഇപ്പം നിരോധിക്കുന്നത് മുത്തലാഖാണെങ്കിൽ നാളെ പലതും നിരോധിച്ച് ശരീഅത്ത് അടിച്ചേൽപ്പിച്ച് ഹിന്ദുത്വ ഭരണം കൊണ്ടുവരും. ഇവിടെ നരേന്ദ്രമോദി വിട്ടിറങ്ങി പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടും. അതുകൊണ്ട് ഒരു നിലക്കും അനുവദിച്ചുകൂടാ. 4-ാം തീയതി മലപ്പുറത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഐതിഹാസികമായ സമരമാണ് സമസ്ത മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്നത്. അതിനിപ്പോ പേടിപ്പിക്കാൻ വേണ്ടി ചില ആൾക്കാർ ഇറങ്ങിയതാ മലപ്പുറത്ത് ബോംബ് വെക്കുക. മലപ്പുറത്ത് ബോംബ് വെച്ചാൽ രണ്ട് കാര്യം. ഒന്ന്, മലപ്പുറത്ത് IS വന്നു എന്നായി. രണ്ടെന്താ, 4-ാം തീയതി നടക്കാൻ പോകുന്ന പ്രകടനത്തിൽ വല്ലാണ്ട് ആൾ കൂടൂല. അതൊക്കെ തൃണബല ഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ആ വിധത്തിൽ സമരങ്ങൾ നടക്കണം. ബഹുമാനപ്പെട്ട കോഴിക്കോട് കാളി സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അള്ളാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സോടുകൂടി ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഒന്ന് കയറിയിരിക്കി. ഒരു ചെറിയ ദുആയോട് കൂടിയൊക്കെ നമുക്ക് അവസാനിപ്പിക്കണം. അതുകൊണ്ട് എല്ലാവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കോർഡിനേഷൻ കമ്മിറ്റി, മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ വരുന്ന വെള്ളിയാഴ്ച 4 മണിക്ക് നടക്കുന്ന മലപ്പുറം കുന്നിൽ നടത്തുന്ന റാലിയിൽ നിങ്ങളൊക്കെ പങ്കെടുക്കാൻ പോകണം. വരുന്ന വെള്ളിയാഴ്ച ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി നമ്മളൊരു ഒപ്പ് ശേഖരണം നടക്കുന്നുണ്ട്. അതിന് സുപ്രഭാതത്തിലും ചന്ദ്രിക പത്രത്തിലൊക്കെ ഇതിനെ പരസ്യം ചെയ്തു. ഇതിന്റെ വെബ്സൈറ്റിൽ ചെന്ന് നമ്മുടെ ഒപ്പ് രേഖപ്പെടുത്തുക, അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അത് പൂർത്തിയാക്കി വമ്പിച്ചൊപ്പ് ശേഖരണം നടത്തി ഏക സിവിൽ കോഡ് വേണ്ട എന്ന ഒരു സമരം, നിങ്ങളുടെ ഒരു ഒപ്പുചാർത്തൽ, ആ സമരമാണ് നിങ്ങളത് ഏറ്റെടുക്കണം. അതുപോലെ തന്നെ വരുന്ന ഡിസംബർ 2-ാം തീയതി കോഴിക്കോട് മുതലക്കുളത്ത് ശരീര സംരക്ഷണ സമ്മേളനം നടത്തുകയാണ് കോഴിക്കോട് ജില്ലാ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി. ഡിസംബർ മാസം 2-ാം തീയതി എല്ലാവരും അതിൽ പങ്കെടുക്കണം. അതിന്റെ ഭാഗമായി ബേപ്പൂർ മണ്ഡലം എല്ലാ മണ്ഡലം കമ്മിറ്റികളും നടത്തുന്നതിന്റെ ഭാഗമായി 25-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ശരീര സംരക്ഷണ റാലി എല്ലാ മണ്ഡലം തലത്തിലും നടക്കും. ബേപ്പൂർ മണ്ഡലത്തിൻ്റെത് പേട്ടയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫാറൂഖ് ജംഗ്ഷൻ വെച്ചുകൊണ്ട് കമ്മിറ്റി പ്രഖ്യാപിക്കും, അവിടെ നടക്കും. അതുകൊണ്ട് നമ്മുടെ മണ്ഡലം കമ്മിറ്റി നടക്കുന്ന 25-ാം തീയതിയിലത്തെ നമ്മുടെ റാലിയും ഡിസംബർ 2-ാം തീയതി കോഴിക്കോട് മുതലക്കുളത്ത് നടത്തുന്ന ശരീഅത്ത് സംരക്ഷണ സമ്മേളനവും 4-ാം തീയതി വരുന്ന 4-ാം തീയതി ഈ അടുത്ത 4-ാം തീയതി മലപ്പുറത്ത് നടക്കുന്ന ശരീര സംരക്ഷണ റാലിയും ഈ വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന ഒപ്പ് ശേഖരണവും വിജയിപ്പിച്ച് സമരത്തിൽ ഒരു ധ്വജവാഹക സംഘത്തിന്റെ ഉയരെടുപ്പോടുകൂടി അതിശക്തമായ പ്രതിരോധം നടത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ശരീഅത്തിനെതിരെ വരുന്ന വെല്ലുവിളികൾ നേരിടാൻ നമ്മൾ സംഘശക്തരാവണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.